ഗുഡ് മോർണിംഗ്. ആ ശരിയായോ നോക്കി? ഇപ്പൊ ശരിയായോ? അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രസന്റ് ചെയ്തത് പോയി. ഞാനേ ഷെയർ ചെയ്തതായിരുന്നു, പക്ഷെ അപ്പോഴേക്കും ഇതൊന്ന് ലോഡ് ആവണ്ടായില്ല. അപ്പൊ ഞാനൊന്ന് എക്സിറ്റ് ചെയ്തു, രണ്ടാമതൊന്ന് കൂടി ജോയിൻ ചെയ്തതാ. ശരിയായില്ലേ? കാണുന്നുണ്ടോ? കേൾക്കണ്ടോ? ശരിയായോ? ഓക്കെ ആയോ? പറ. ആ ഓക്കെ. സോ ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. സൗണ്ട് ഓഫ് ആണോ നിങ്ങളുടെ? അല്ലല്ലോ. ഒന്ന് ഗുഡ് മോർണിംഗ് ഒന്ന് തിരിച്ചു പറഞ്ഞ ആരെങ്കിലും. നിങ്ങളുടെ സൗണ്ട്, യെസ്, നിങ്ങളുടെ സൗണ്ട് ഇങ്ങോട്ട് കേൾക്കണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടാ. ഓക്കെ, ശരിയാണ്. അപ്പൊ ഇപ്പൊ ഓക്കെ. അപ്പൊ ഞാൻ ഇനി മ്യൂട്ട് ചെയ്യാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും സൗണ്ട് വന്നു കഴിഞ്ഞാൽ ഡിസ്റ്റർബ് ആണ്. ഓക്കെ, മഴയൊക്കെ കൂടുതലാണ്, കുറയണില്ല. എന്തായാലും മഴയൊക്കെ കുറയണത് വരെ നമുക്ക് കാത്തിരിക്കാനൊന്നും പറ്റില്ലല്ലോ. സ്റ്റുഡൻസും കുറവാണ്, ഭയങ്കരമായി കുറവാണ്. നാളെ ക്ലാസ് ഇല്ലല്ലോ. നാളെ ഇല്ല. അത് കഴിഞ്ഞ ആഴ്ച നമ്മളെ 2 ദിവസം 2 വർക്കിംഗ് ഡേ നമ്മളെ പോയിരുന്നു. മൺഡേയും ഒരു തേഴ്സ്ഡേയും കഴിഞ്ഞ വീക്കിലെ ഇവിടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിന്റെ കോൺവെക്കേഷൻ നടക്കായിരുന്നു. അത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യം കൊണ്ട് നമുക്ക് ഉണ്ടായ മുടക്കാണ്. മറ്റേത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ വഴിയായിട്ട് നടത്തേണ്ടി വരുന്ന ഒരു മുടക്കായിരുന്നു അല്ലെ, ഒരു ഹോളിഡേ ആയിരുന്നു. അതുകൊണ്ടാണ് മറ്റേത് നാച്ചുറലി വന്നതാണ്. ഇത് എന്താ പറയുക, മഴയൊക്കെ കൂടി പവർ ഫെയിലിയറും അതുപോലെ നെറ്റ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായപ്പോ എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. മഴ വീണതും അതിൻ്റെതായ ബുദ്ധിമുട്ട് പലയിടത്തും പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റാതെ. അതുകൊണ്ട് ആ ക്ലാസ് നമ്മളിവിടെ ചെയ്യുന്നില്ല, വർക്കിംഗ് ഡേ ആക്കുന്നില്ല. കഴിഞ്ഞ ആഴ്ചയിൽ അങ്ങനെ 2 കോൺവെക്കേഷൻസിന്റെ ഒരു ഹോളിഡേയ്സ് ആയിട്ട് പോയതുകൊണ്ട് അത് ക്ലാസ് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മുടെ പാർട്ടിൽ നിന്നുള്ള ഒരു ഇതുകൊണ്ടാണ് അത് അങ്ങനെ ക്ലാസ് എടുക്കാൻ പറ്റാതെ പോയാൽ. ഒരെണ്ണമെങ്കിൽ നമ്മളതിനെ എന്ത് ചെയ്യണം, നമ്മളത് റിട്രീവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു വർക്കിംഗ് ഡേ ആയിരുന്നു. ഈ ആഴ്ച പറഞ്ഞിട്ടില്ല. ഓക്കെ, സോ അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് എന്താ പറയാ പറഞ്ഞത് ഗ്രീവിയൻസ് ഹാൻഡ്ലിംഗിന്റെ പ്രൊസീജിയേഴ്സ് ആണ്, അല്ലെങ്കിൽ ഗ്രീവിയൻസ് റീഡ്രസൽ പ്രൊസീജിയേഴ്സ് ആണ്. ഗ്രീവിയൻസിനെ എങ്ങനെ നമുക്ക് പരിഹരിക്കാം, അതിനകത്ത് വരുന്ന എന്തൊക്കെയാണ് അതിനുവേണ്ടി ചെയ്യേണ്ട കറക്റ്റ് സ്റ്റെപ്സ്. ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള പരാതികള്, പരിഭവങ്ങള് അല്ലെങ്കിൽ അതൃപ്തികളൊക്കെ എംപ്ലോയീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി കഴിഞ്ഞാൽ അത് ഒറ്റയടിക്ക് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ ഇറ്റ് ഇൻക്ലൂഡ്സ് മെനി സ്റ്റെപ്സ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് നടപടികൾ, ചില ക്രമമായിട്ട് ചില പടിപടിയായി ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗ്രീവിയൻസ്. എന്താണ് ആ ഗ്രീവിയൻസ് എന്ന് ആദ്യം തന്നെ അറിഞ്ഞിട്ടുണ്ടെങ്കിലും അത് എന്താ പറയാ നേരിടുന്ന ആളുകളിൽ നിന്ന് നേരിട്ട് അറിയുക. പല വഴിക്കൊക്കെ ചില ആളുകൾ അറിയും. അപ്പൊ എന്തുകൊണ്ട് അത് ഗ്രീവിയൻസ് നേരത്തെ കൂടി മനസ്സിലാക്കാൻ പറ്റില്ലേ? കാരണം എംപ്ലോയീസ് ഓൾറെഡി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരാതികൾ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, അറിയിച്ചിട്ടുണ്ടാവുമല്ലോ ഒന്നും നിങ്ങൾ വിചാരിക്കും. ശരിയാണ്. പക്ഷെ പല മാർഗങ്ങളിലൂടെ ആയിരിക്കും ചിലപ്പോൾ ആ ഒരു ഗ്രീവിയൻസുകൾ മാനേജ്മെന്റിലേക്ക് എത്തിയേക്കാം. നേരിട്ടല്ല, ഡയറക്ട്ലി അല്ല. അവിടെ ഇവിടെയൊക്കെ കടന്ന് പറയുന്നത് പലവരും കേട്ടിട്ട് അതിനെ അനുസരിച്ച് ചിലപ്പോൾ മാനേജ്മെന്റിലേക്ക് റിപ്പോർട്ട് ചെയ്തതായിരിക്കും. പക്ഷെ ആക്ച്വലി എന്താണ് അവരുടെ പ്രശ്നം എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഡയറക്ട്ലി അവരോട് തന്നെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം. അതാണ് ഐഡന്റിഫിക്കേഷൻ. അടുത്തത് അതിനെ നമ്മൾക്ക് എന്താണ് ആ ഒരു ഗ്രീവിയൻസ് എന്ന് മനസ്സിലായത്, അത് നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യാം. ഇന്നതാണ് അവരുടെ പ്രശ്നം അല്ലെ, അവർ പറഞ്ഞു അവരുടെ പ്രശ്നം. പക്ഷെ ആ പ്രശ്നം എങ്ങനെ വന്നു, എന്തുകൊണ്ടാണ് അത് ഉണ്ടായത്, അതെങ്ങനെ നമുക്ക് കാര്യങ്ങൾ അതിനെ ഡീൽ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം അത് നിർവചിക്കുക. ദാറ്റ് ഈസ് ഡിഫൈനിങ് ദ
ഗ്രീവിയൻസ് കറക്റ്റ്ലി, ഗ്രീവിയൻസിനെ ശരിയായ രീതിയിൽ ഡിഫൈൻ ചെയ്യുക. പിന്നെ അതിന് വേണ്ടിയിട്ട് അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡാറ്റാസ് കളക്ട് ചെയ്യുക. എന്ന് വെച്ചാൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, ആ പ്രശ്നത്തിന്റെ വന്ന വഴിയും അതിനെ നമുക്ക് ദൂരീകരിക്കാൻ വേണ്ടി വരുന്ന കാര്യങ്ങൾക്കും പല ഡാറ്റാസും പലരിൽ നിന്നും ചിലപ്പോൾ ഇന്റർവ്യൂസ് നടത്തിയോ അവരുമായിട്ട് കൺസൾട്ട് ചെയ്തോ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തോ നമുക്ക് അറിയേണ്ടി വരും. അങ്ങനെ ഡാറ്റാസ് കളക്ട് ചെയ്യുന്നു. എന്നിട്ട് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ആ ഡാറ്റയെ അനലൈസ് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കും. ആ ഡാറ്റയിൽ നിന്ന് കളക്ട് ചെയ്ത ഡാറ്റയിൽ നിന്ന് നമ്മൾ ഒരു അനാലിസിസ് നടത്തി അതിനെ കുറിച്ചിട്ടുള്ള സോൾവിംഗ് പ്രൊസീജിയേഴ്സിലേക്ക് പോകും. ആ സോൾവിംഗ് പ്രൊസീജിയേഴ്സ് കണ്ടു കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ പെട്ടെന്ന് തന്നെ നമ്മൾ അത് പരിഹരിക്കുകയാണ് ചെയ്യേണ്ടത്. അത് എന്താ പറയാ പ്രോംപ്റ്റ് ആയിട്ട്, പ്രോംപ്റ്റ് എന്ന് പറഞ്ഞാൽ സഡൻലി പെട്ടെന്ന് അതിനുള്ള പരിഹാര മാർഗം നമ്മൾ തേടുന്നു. അതിനുശേഷം അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നു, പരിഹാര മാർഗം ഇംപ്ലിമെന്റ് ചെയ്യുന്നു. പിന്നെ പരിഹരിക്കാനുള്ള മാർഗം ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ പിന്നെ ബാക്കി പണിയൊക്കെ തീർന്നു എന്നല്ല. തീർച്ചയായിട്ടും അതിന്റെ പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് അതിനുള്ള ഫോളോ അപ്സ് നടത്തണം. പരിഹരിച്ചു കഴിഞ്ഞിട്ട് ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എംപ്ലോയീസ് ഇപ്പൊ ഇനി അതായത് പരിഹാരത്തിന് മുമ്പ് ചിലപ്പോൾ എംപ്ലോയീസ് അവരുടെ ജോലിയിൽ ഉഴപ്പ് കാണിക്കാം, അല്ലെങ്കിൽ അവരുടെ എന്താ പറയാ ശരിയായ എഫക്റ്റീവായിട്ട് അവർ ജോലി ചെയ്യില്ല. അവര് എന്താ പറയാ നമ്മളുടെ ഓർഗനൈസേഷൻ എന്റേത് കൂടിയാണ് എന്ന് മനസ്സിലാക്കി ചെയ്യാതെ എന്താ പറയാ പല രീതിയിലും ആളുകൾ എന്ത് ചെയ്യും, അതിനെ പ്രതികരിക്കും. ആ പ്രതികരണമൊക്കെ മാറി ആളുകൾ ഹാപ്പി ആയിട്ട് ജോലി ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അറിയണമെങ്കിൽ ആഫ്റ്റർ ഇംപ്ലിമെന്റിങ് ദ ഗ്രീവിയൻസ് റീഡ്രസൽ, ഈ ഗ്രീവിയൻസിനെ പരിഹരിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ഫോളോ അപ്പ് എന്ത് ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് നടത്തണം കണ്ടായിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്, അതിന്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞതാണ്. അടുത്തത് നമ്മൾ പറഞ്ഞത് ഗ്രീവിയൻസ് മെഷീനറി ആണ്. ഗ്രീവിയൻസ് മെഷീനറി അണ്ടർ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947. അതായത് ഗ്രീവിയൻസ് എന്ന് പറയുന്നത് ഒരു ഗ്രീവിയൻസിന് വേണ്ടിയിട്ട് ഒരു മെഷീനറി ഉണ്ട്. മെഷീനറി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഉപകരണം അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും സാധനം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയാ മെഷീൻ അല്ലെ. നമ്മളിപ്പോ കഴുകുന്നതിന് വേണ്ടിയിട്ട് മെഷീൻസ് ഉപയോഗിക്കുന്നു, ക്ലീൻ ചെയ്യാൻ മെഷീൻസ് ഉപയോഗിക്കുന്നു, ഗ്രൈൻഡ് ചെയ്യാനും അല്ലെങ്കിൽ എന്താ പറയാ മിക്സ് ചെയ്യാനും ഒക്കെ നമ്മള് മെഷീൻസ് ഉപയോഗിക്കുന്നു. ഇതൊക്കെ എന്തിനാ, എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയില്ല. അപ്പൊ ഇവിടെ ഗ്രീവിയൻസിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മെഷീനറി അതെന്ന് പറയുന്നത് ഈസ് ദ കൺവേയിങ് ഓഫ് ഗ്രീവിയൻസ് ടു ദ ഹയർ അതോറിറ്റീസ്. ഈ ഗ്രീവിയൻസ് മെഷീനറി എന്ന് പറയുന്നത് അത് എന്താ പറയാ മുകളിലുള്ള അധികൃതരെ അറിയിക്കലാണ്. എന്തറിയിക്കണം, ഈ ഗ്രീവിയൻസ് ഈ പറഞ്ഞ പരാതികളും കാര്യങ്ങളൊക്കെ അധികൃതരെ അറിയിക്കുക. അതെവിടെ, മുകളിലേക്ക്. കാരണം മുകളിൽ ടോപ്പിലുള്ള അതോറിറ്റീസ് ആണ് അതിന് സൊല്യൂഷൻസ് കണ്ടെത്തുന്നത്. സോ ഇറ്റ് ഷുഡ് ബി ഇൻഫോംഡ് ഓർ കൺവേഡ് ടു ദം. അവരുമായിട്ട് അത് കൺവേ ചെയ്യണം. അവരോ അല്ലെങ്കിൽ കൺസേൺഡ് ആളുകളുണ്ട്, ചിലപ്പോൾ ഈ ഗ്രീവിയൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള പ്രത്യേകം രൂപീകരിച്ചിരിക്കുന്ന ചില ആളുകൾ ഉണ്ടായിരിക്കും, അവരിലേക്കോ അറിയിക്കുക. അത് കൺവേ ചെയ്യുക എന്നുള്ളതാണ്. എന്തറിയിക്കണം, ഒക്കറൻസ്, അതായത് എപ്പോഴാണ് ആ ഒരു ഗ്രീവിയൻസ് ഒക്കർ ചെയ്തത് ഉണ്ടായത് എന്നും അതിനുള്ള സെറ്റിൽമെന്റ് എങ്ങനെയാണ് നടത്തിയത് അതുവരെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഹയർ അതോറിറ്റീസിനെയോ കൺസേൺഡ് പേഴ്സൺസിനെയോ അറിയിക്കുന്നതിനെയാണ്, ആ ഒരു പ്രൊസീജിയറിനെയാണ് നമ്മൾ ഗ്രീവിയൻസ് മെഷീനറി എന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, മനസ്സിലാവാത്തത് ഉണ്ടെങ്കിൽ അതൊന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞെന്ന് മാത്രം. ഓക്കെ. സോ അപ്പൊ നമ്മള് എന്താ പറയാ ഈ സെറ്റിൽമെന്റ് ആസ് സൂൺ ആസ് പോസിബിൾ നമ്മൾ എത്ര കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ കൂടി എന്ത് ചെയ്യണം, ഇറ്റ് ഷുഡ് ബി സോൾവ്ഡ്. ഗ്രീവിയൻസ് പ്രോസസ്സുകളെ അല്ലെങ്കിൽ ഗ്രീവിയൻസിനെ കൃത്യമായ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, എത്ര കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലും നമ്മൾ അതിനെ ഹാൻഡിൽ ചെയ്യണം. അത് മാത്രമല്ല ഗ്രീവിയൻസ് അതിന്റെ ഏർലി സ്റ്റേജിൽ തുടങ്ങി. നമുക്ക് സാധാരണ ഈ പറയുന്ന പോലെ ഗ്രീവിയൻസിനെ വലുതാക്കുന്നതിനേക്കാളും നല്ലത് അതിന്റെ ഏർലി സ്റ്റേജസിൽ, അതായത് തുടക്ക സമയത്ത് തന്നെ അത് മനസ്സിലാക്കി അത് ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ അധികം വലുതിലേക്ക് പോകില്ല. അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമായിട്ട് തീരും. ഭയങ്കര പ്രശ്നം കൂടി വരുമ്പോൾ എന്ത് പറ്റും, ഇവിടെ അതനുസരിച്ച് നമുക്ക് നമ്മുടെ ഓർഗനൈസേഷന് വേണ്ട ഔട്ട്പുട്ട് ഓരോ എംപ്ലോയീസും നമുക്ക് തരേണ്ടതായിട്ടുള്ള ഒരു റിസൾട്ട് അവരിൽ നിന്ന് കിട്ടില്ല. അപ്പൊ എന്ത് വേണം, ഗ്രീവിയൻസ് അറ്റ് ദ ഏർലി സ്റ്റേജ്, ബിഗിനിങ് സ്റ്റേജിൽ അതിനകത്ത് മനസ്സിലാക്കി അത് എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാനായിട്ട് നോക്കാം. ആൻഡ് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു സെക്ഷൻ ഒരു ആക്ട് പറഞ്ഞു, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947. 1947 ഇൻഡസ്ട്രിയൽ, അതായത് ഫേംസുമായിട്ട് ഇൻഡസ്ട്രീസുമായിട്ട് ഓർഗനൈസേഷൻസിലൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള തർക്കങ്ങളും പരാതികളൊക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് രൂപീകരിച്ചിരിക്കുന്ന ഒരു ആക്ട് ആണ് 1947. അതിനകത്ത് ആ ആക്ടില് സെക്ഷൻ 9C ആണ്, 9C ആണ് കേട്ടോ. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ടില് 47 ചിലപ്പോൾ ഒരുപാട് ആ ഡിസ്പ്യൂട്ട്സ് എന്തൊക്കെ തർക്കങ്ങൾക്ക് എന്തൊക്കെ പരിഹാരം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എഴുതി ചേർത്തുണ്ടാവും. അതിൽ കുറെ സെക്ഷൻസ് ഉണ്ടായിരിക്കും, സെക്ഷൻ A, B, C എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സെക്ഷൻ ഉണ്ടായിരിക്കും. ഇതിനകത്ത് കൃത്യമായിട്ട് 9C എന്ന് പറയുന്ന സെക്ഷനില് ഗ്രീവിയൻസ് മാനേജ്മെന്റ്, അതായത് എങ്ങനെയാണ് ഗ്രീവിയൻസ് നമ്മൾ മാനേജ് ചെയ്യുന്നത് എന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അക്കോർഡിംഗ് ടു സെക്ഷൻ 9C ഓഫ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947 ഗ്രീവിയൻസുകളെ എങ്ങനെ മാനേജ് ചെയ്യണം അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ
എന്നുവെച്ചാൽ എങ്ങനെയാണ് ഗ്രീവിയൻസ് മെഷീനറി, ഈ ഗ്രീവിയൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നതിനെ സംബന്ധിക്കുന്ന കുറച്ച് എന്താ പറയാ നിയമങ്ങളും മറ്റു കാര്യങ്ങളും കുറച്ചൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ അത് എന്തൊക്കെയാണെന്നാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അത് എഴുതി വെച്ചിട്ടുണ്ട്, എന്താണോ അതങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ അത് വായിച്ചതിന്റെ മീനിങ് പറയാം. അപ്പൊ ഏതൊക്കെയാണ് ആ സെക്ഷൻ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണം. ഏത് സെക്ഷനിലാണ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് ഗ്രീവിയൻസ് മാനേജ്മെന്റിനെ കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ സെക്ഷൻ 9C ആണ്. അത് ഏത് വർഷത്തിലാണ് നിലവിൽ വന്നത്? 1947 ആക്ടിന്റെ പേരെന്താണ്? ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് എന്നാണ്. അപ്പൊ ഇങ്ങനെ 2-3 ചോദ്യം തന്നെ ആ ഒറ്റ സെന്റൻസിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം. അക്കോർഡിംഗ് ടു സെക്ഷൻ 9C ഓഫ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947 ഗ്രീവിയൻസ് മാനേജ്മെന്റ് മെഷീനറി എന്നുള്ളത് വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? കേൾക്കളൊക്കെ ഉണ്ടല്ലോ അല്ലെ? സൗണ്ട് ഒക്കെ ഉണ്ടല്ലോ അല്ലെ? തുടക്കം തുടങ്ങിയപ്പോൾ തന്നെ ഇതിവിടെ എന്താ പറയാ ക്യാമറയിൽ ഒന്ന് വർക്കാവണ്ടായില്ല. പക്ഷെ ഇപ്പൊ അത് ശരിയാക്കി. ഞാനൊന്ന് ലെഫ്റ്റ് ആയിട്ട് വീണ്ടും ഒന്നുകൂടി ജോയിൻ ചെയ്തപ്പോൾ ശരിയായി. ക്ലിയർ അല്ലേ? വേഗം ഒന്ന് പറഞ്ഞേ. ഹലോ ഹലോ. ഓക്കെ, യെസ്. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാൻ. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ, എന്തൊക്കെയാണ് ആ ആക്ടില് ചില കാര്യങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് നമ്മളത് വായിക്കുകയാണ്. കാരണം ആക്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എനിക്ക് തിരുത്താൻ പറ്റില്ല. അത് അങ്ങനെ തന്നെ നമ്മൾ വായിച്ച് എന്താണെന്ന് മനസ്സിലാക്കണം. സോ ഫസ്റ്റ് വൺ, എവറി ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെന്റ് എംപ്ലോയിങ് 20 or more workmen shall have one or more grievance redressal committee for the resolution of disputes rising out of individual grievances. ഏത് ബിസിനസ് സംരംഭമായാലും, ഇത്രയാണ് അതിന്റെ അർത്ഥം പറയുന്നത്. അത് ഏത് ബിസിനസ് സംരംഭമായാലും അതിനകത്ത് എന്താണ് പറയാ, ഇപ്പോ എന്താ പറയാ ഏകദേശം ഒരു 20 അതിൽ കൂടുതലോ വർക്ക്മെൻ ഉണ്ടെന്ന് വിചാരിക്കാം. 20 അതിൽ കൂടുതലോ എംപ്ലോയീസ് ഉള്ള ഒരു ഓർഗനൈസേഷൻ ആണ് എങ്കിൽ, അതായത് നമ്മൾ ഇന്നലെ ഞാൻ പറഞ്ഞു ഓർഗനൈസേഷന്റെ വലിപ്പം അനുസരിച്ച് നമ്പർ ഓഫ് എംപ്ലോയീസിന്റെ എണ്ണം കൂടുതലായിരിക്കും. നമ്പർ ഓഫ് എംപ്ലോയീസിന്റെ എണ്ണം കൂടുന്നതനുസരിച്ച് അവിടെ ഗ്രീവിയൻസുകൾക്കുള്ള സാധ്യതകളും കൂടുതലായിരിക്കും. അപ്പൊ അത് മാനേജ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് അത് വളരെ വലുതായിരിക്കും അല്ലെ? കൂടുതൽ സ്റ്റെപ്സ് അതിനകത്ത് വേണ്ടി വരും. എന്നുവെച്ചാൽ എംപ്ലോയീസിന്റെ എണ്ണം കൂടുതലാകുമ്പോൾ അവിടെ പലതരത്തിലുള്ള പരാതികളും പരിഭവങ്ങളും എല്ലാം ഓരോരോ ചെറിയ ചെറിയ ഗ്രൂപ്പുകൾക്കൊക്കെ ഉണ്ടാകും. ചിലപ്പോൾ വ്യക്തിപരമായ പരാതികളും പരിഭവങ്ങളും ഉണ്ടാകും. ഇതൊക്കെ തീർക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം എന്താന്ന് വെച്ചാൽ അവിടെ ഒരുപാട് എംപ്ലോയീസ് ഉണ്ടല്ലോ. അപ്പൊ ഒരുപാട് എംപ്ലോയീസ് ആകുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതേസമയം സ്മോൾ ഓർഗനൈസേഷൻസിലാണെങ്കിൽ ഈ ഗ്രീവിയൻസ് ഹാൻഡ്ലിംഗ് ഒക്കെ വളരെ എളുപ്പം നടക്കും. അത് നമ്മൾ ഇന്നലെ പറഞ്ഞു. അപ്പൊ ഇവിടെ ഏതൊരു ഓർഗനൈസേഷനിലും അവിടുത്തെ വർക്ക്മെൻ, അവിടുത്തെ എന്താ പറയാ വർക്ക് ഫോഴ്സ് എന്ന് പറയുന്നത് ഇഫ് ഇറ്റ് ഈസ് മോർ ദാൻ 20 അല്ലെങ്കിൽ അതിൽ കൂടുതലാണെങ്കിൽ അവിടെ എന്തുണ്ടാകണം? ഒന്നോ അല്ലെങ്കിൽ രണ്ടോ ഒരു ഗ്രീവിയൻസ് റീഡ്രസൽ കമ്മിറ്റി ഉണ്ടാകണമെന്ന്. എന്ന് വെച്ചാൽ ഈ ഗ്രീവിയൻസുകളെ, പരാതികളെ പരിഹരിക്കുന്നതിനുള്ള കമ്മിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? കമ്മിറ്റി എന്ന് കേട്ടിട്ടില്ലേ? ഉത്സവം, പെരുന്നാള് ഒക്കെ വരുമ്പോ പള്ളികളിലും അമ്പലങ്ങളിലും ഒക്കെ എന്തുണ്ടാക്കാറുണ്ട്? ഒരു കമ്മിറ്റി രൂപീകരിക്കും. എന്തിനാ കമ്മിറ്റി രൂപീകരിക്കുന്നത്? ടു മേക്ക് എവറി ഓപ്പറേഷൻസ് ഓർ ഫങ്ഷൻസ് സ്മൂത്ത്. അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള പരിപാടികളെല്ലാം സ്മൂത്ത് ആക്കാൻ വേണ്ടി എന്താ പറയാ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ട്, ഇപ്പൊ ചിലപ്പോ വലിയ അമ്പലങ്ങളോ അല്ലെങ്കിൽ പള്ളികളൊക്കെ ആണെങ്കിൽ ഒരു വലിയ പെരുന്നാളൊക്കെ ആയിരിക്കും നടക്കുക, അല്ലെങ്കിൽ വലിയ ഉത്സവമായിരിക്കും നടക്കുക. ഇപ്പൊ ഒരു 5-6 ദിവസത്തെ പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഓരോന്നിനും ഓരോ കാര്യങ്ങളാണ്. വെടിക്കെട്ട്, എന്താ പറയാ പിന്നെ ബാൻഡ് സെറ്റ്, പിന്നെ എന്താ പറയാ നാടകമോ ഫിലിമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഷോസോ എന്തെങ്കിലുമൊക്കെ സംഘടിപ്പിക്കണം. അതിനു വേണ്ടിയിട്ട് പിന്നെ പ്രദക്ഷിണമൊക്കെ പോകുമ്പോൾ നമ്മൾ ഘോഷയാത്ര പോലെയൊക്കെ ഉത്സവങ്ങൾക്കും അതുപോലെ പെരുന്നാളുകൾക്കൊക്കെ പോകും. അതിനു വേണ്ടിയിട്ട് അതൊക്കെ കറക്റ്റ് ആയിട്ട് ഭംഗിയായിട്ട് നടത്താൻ അല്ലെ, ആ ഒരു മൊത്തം പരിപാടിയെ മൊത്തത്തിൽ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഒരു വലിയ കമ്മിറ്റി രൂപീകരിക്കും. എന്നിട്ട് അതിൽ നിന്ന് 2 പേര് 3 പേര് വെച്ചിട്ട് വീണ്ടും അതിനെ സബ്സെക്ട് ചെയ്യും. എന്ന് വെച്ചാൽ സബ് ഡിവൈഡ് ചെയ്യും. നീ ഇന്ന കാര്യം നോക്കണം, വെടിക്കെട്ടിന്റെ കാര്യം നീ നോക്കണം, അങ്ങനെ അല്ലെ കമ്മിറ്റികൾ അങ്ങനെ രൂപീകരിക്കാറുണ്ട്. ഇവിടെ ഓർഗനൈസേഷനിലും there should be 1 or 2 കമ്മിറ്റീസ്. ഇതുപോലെയുള്ള ഗ്രീവിയൻസുകളെ പരിഹരിക്കാനുള്ള 1-2 കമ്മിറ്റികൾ രൂപീകരിക്കണം എന്ന് പറയുന്നത്. ഒരെണ്ണമല്ല, 1-2 കമ്മിറ്റികൾ. കാരണം 20 അതിൽ കൂടുതലോ വർക്ക്മെന്നുള്ള ഓർഗനൈസേഷൻ ആണെങ്കിൽ, ഏറ്റവും അതിനേക്കാൾ താഴെയാണെങ്കിൽ ചിലപ്പോൾ ഒരു കമ്മിറ്റിയൊക്കെ മതിയായിരിക്കും. പക്ഷെ അതേസമയം 20 അതില്ലെങ്കിൽ കൂടുതലോ ആളുകളുള്ള എംപ്ലോയീസ് ഉള്ള ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ അതുപോലെ ഒരു 2 കമ്മിറ്റി, 1 അല്ലെങ്കിൽ 2 കമ്മിറ്റിയൊക്കെ രൂപീകരിക്കാം. എന്തിനു വേണ്ടിയിട്ട്? ഓർഗനൈസേഷനിൽ ഉണ്ടാകുന്ന ഇൻഡിവിജ്വൽ ഗ്രീവിയൻസുകളെ, ഇത്തരം വ്യക്തിഗതമായിട്ടുള്ള പരാതികളും പരിഭവങ്ങളും ഒക്കെ തീർക്കാൻ വേണ്ടിയിട്ട്. ക്ലിയർ ആയോ? ഒന്നാമത്തെ പോയിന്റ് മനസ്സിലായോ? മനസ്സിലായോ? വേഗം പറയണട്ടാ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ വേഗം പറഞ്ഞു പോകും. നിങ്ങളോട് ഇടയ്ക്ക് ചോദിക്കുന്നത് എന്തിനാന്ന് പറയും? മനസ്സിലായില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിലും അത് ചോദിക്കാൻ വേണ്ടിയിട്ടാ. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ അങ്ങോട്ട് ഓടിച്ചു പറഞ്ഞു. ഓക്കെ, യെസ്.
ആൻസർ എനിക്ക് പെട്ടെന്ന് തന്നെ. ഇനി അടുത്തെന്താ, ഗ്രീവിയൻസ് റീഡ്രസൽ കമ്മിറ്റിയില് ഈക്വൽ നമ്പർ ഓഫ് മെമ്പേഴ്സ്, അതായത് എംപ്ലോയറുടെ ഭാഗത്തുനിന്നും എംപ്ലോയിയുടെ ഭാഗത്തുനിന്നും ഈക്വൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഉണ്ടായിരിക്കണം. ഇപ്പൊ ഉദാഹരണം മനസ്സിലായിട്ടാവില്ല, അത് ചിലപ്പോ പറഞ്ഞപ്പോ ആ കമ്മിറ്റി എടുക്കുകയാണ് ഇവര്. അപ്പൊ ഒരു 20 പേര് കൂടുതലുള്ള ഒരു എന്താ പറയാ ഓർഗനൈസേഷൻ ആണ് എംപ്ലോയീസ് എന്ന് വിചാരിക്കാം. അങ്ങനെ വരുമ്പോഴേ അതിനകത്തുനിന്ന് അവർ ഒരു കമ്മിറ്റി രൂപീകരിക്കണം. 4 പേരടങ്ങുന്ന ഒരു കമ്മിറ്റി ആണെങ്കിൽ എംപ്ലോയർ, അതായത് തൊഴിലാളികളല്ലാത്തവര് ഉണ്ടാവുമല്ലോ, ഹൈ ടോപ്പ് ലെവലിലുള്ള മാനേജ്മെന്റ് ലെവലിലുള്ള ആളുകൾ, ആ വിഭാഗത്തിൽ നിന്നും 2 ആളുകളെ, എംപ്ലോയീസിന്റെ ഭാഗത്തു നിന്നും 2 ആളുകൾ, അതായത് ഈക്വൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് ആയിരിക്കണം നമ്മൾ ആ കമ്മിറ്റിക്ക് വേണ്ടി എടുക്കണ്ടേ. എംപ്ലോയർമാരുടെ ഭാഗത്തു നിന്നുള്ള 2 ആളുകളും, ദാറ്റ് മീൻസ് മാനേജ്മെന്റ് ലെവലുകളിൽ നിന്നുള്ള 2 പേരെയും എംപ്ലോയീസിന്റെ ഭാഗത്തു നിന്ന് 2 പേരെ, ഈക്വൽ നമ്പർ ഓഫ് എംപ്ലോയീസിനെ വേണം എടുക്കാനായിട്ട്. 4 പേരാണെങ്കിൽ അങ്ങനെ 2+2 എംപ്ലോയേഴ്സിൽ നിന്നും പുറത്തുമേ നിന്ന് 2 വെച്ച് വീതം. 6 പേരടങ്ങുന്ന കമ്മിറ്റി ആണെങ്കിൽ 3+3 3 പേരെ വീതമാണ് എംപ്ലോയറിൽ നിന്നും എംപ്ലോയീസിൽ നിന്നും എടുക്കേണ്ടത്. ഇപ്പൊ ക്ലിയർ ആയോ, മനസ്സിലായോ? ആ കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം അങ്ങനെ ക്രമപ്പെടുത്തണം എന്ന്. അല്ലാതെ എംപ്ലോയർമാരുടെ ഭാഗത്തുനിന്ന് ഒരാളെ എടുക്കുന്നു, വർക്ക്മാൻമാരുടെ ഭാഗത്തുനിന്ന് എംപ്ലോയീസിന്റെ ഭാഗത്തുനിന്ന് ചിലപ്പോൾ നമ്മൾ 3 ആളെ എടുക്കുന്നു. അപ്പൊ എങ്ങനെയായി അവിടെ എംപ്ലോയർ ചിലപ്പോ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ എംപ്ലോയീസിന്റെ ഇടയിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു എംപ്ലോയറുടെ മാത്രം ഐഡിയ അല്ലെങ്കിൽ ബുദ്ധി ഉപയോഗിച്ച് അയാൾ അതിനെന്തെങ്കിലും സൊല്യൂഷൻ കാണും. ആ ഒരു കമ്മിറ്റിയിൽ ഉള്ള ആളുകൾ എംപ്ലോയർ മാത്രം ഒരാളുള്ളൂ. കാരണം ആളുടെ മനസ്സിൽ ഉദിക്കുന്ന ആശയം ചിലപ്പോൾ ആവണമെന്നില്ല, വേറെ ഒരു എംപ്ലോയർ ഉണ്ടെങ്കിൽ. അപ്പൊ അവർക്ക് നമ്മൾ എന്ത് ചെയ്യാം, പരസ്പരം കൂടി ആലോചിക്കാൻ പറ്റും. അതുകൊണ്ടാണ് അപ്പൊ ഈക്വൽ നമ്പർ ഓഫ് എംപ്ലോയറും എംപ്ലോയീസും ആണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്തെങ്കിലും നല്ല രീതിയിലുള്ള സൊല്യൂഷന് സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ എടുക്കാൻ പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാകും. ഇപ്പൊ രണ്ടാമത്തെ മനസ്സിലായോ പോയിന്റ്? ഇന്ത്യയിലെങ്കിൽ ഞാൻ വേഗം തെലുങ്ക് പോകോട്ടാ. മനസ്സിലായോ? ഇന്ത്യയിൽ വീട്ടിലും അതായത് യെസ് ഓർ നോ, യെസ് എസ് ഒന്ന് വേഗം യെസ് എന്നുള്ള അക്ഷരം മാത്രം ഇട്ടാലും മതി. ഓക്കെ, ആരെങ്കിലും ഓക്കെ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ നോ എന്ന് പറയാൻ എന്നിട്ടാലും മതി. ഓക്കെ, അടുത്തത് ഇനി ഇതിനകത്ത് ചെയർപേഴ്സൺ ഓഫ് ഈ പറയുന്ന കമ്മിറ്റിയുടെ, ഈ ഗ്രീവിയൻസ് റീഡ്രസൽ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് സെലക്ട് ചെയ്യേണ്ടത് എവിടെ നിന്നാണ്? ഫ്രം ദ പാർട്ട് ഓഫ് എംപ്ലോയർ ആൻഡ് ഓൾസോ ഫ്രം ദ, അത് ഈ എംപ്ലോയറുടെയും ഭാഗത്തു നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ചെയർപേഴ്സൺ എന്ന് പറയുമ്പോൾ ഒരാളുണ്ടാവുള്ളൂ. പക്ഷെ അതെങ്ങനെ തെരഞ്ഞെടുക്കും? ഇവിടെ പറഞ്ഞിരിക്കുന്നു ഓൾട്ടർനേറ്റീവ്ലി ഓൺ ദ ബേസ് ഓഫ് എവറി ഇയർ. ഓൾട്ടർനേറ്റ് ആയിട്ട് എന്ന് വെച്ചാൽ ഇപ്പൊ ആദ്യത്തെ വർഷം എന്താ പറയാ, ഇപ്പൊ 2025 ഒരു റീഡ്രസൽ കമ്മിറ്റി നമ്മൾ എടുക്കാണ്. 2025 ഗ്രീവിയൻസ് റീഡ്രസലിന് വേണ്ടി കമ്മിറ്റി രൂപീകരിച്ചപ്പോ 4 പേരെ എടുത്തിട്ടുണ്ട്. 2 പേര് എംപ്ലോയേഴ്സിന്റെ ഭാഗത്തുനിന്ന്, 2 പേര് വർക്ക്മെന്റെ ഭാഗത്തുനിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിന്റെ ചെയർപേഴ്സണെ തെരഞ്ഞെടുക്കുമ്പോൾ ഇപ്പൊ 2025 എംപ്ലോയറുടെ ഭാഗത്തുനിന്നാണ് ചെയർപേഴ്സൺ തെരഞ്ഞെടുത്തത്. നെക്സ്റ്റ് ഇയറിലോ 2026 എവിടെ നിൽക്കണം? വർക്ക്മെന്റിന്റെ എംപ്ലോയീസിന്റെ ഭാഗത്തുനിന്ന് ചെയർപേഴ്സൺ ഇടണം. ഓക്കെ, അങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഓരോ ഇയറിലും എന്ത് ചെയ്യണം, ഇതിന് എംപ്ലോയറിന്റെ ഭാഗത്തുനിന്നായിരിക്കും നമ്മൾ ചെയർപേഴ്സൺ ഓഫ് ദ ഗ്രീവിയൻസ് റീഡ്രസൽ കമ്മിറ്റി എടുക്കേണ്ടത്. തേർഡ് മനസ്സിലായോ? ഇത് സെക്ഷൻസ് പറഞ്ഞിരിക്കുന്നത് കൊണ്ടും അതൊരു ആക്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളായതുകൊണ്ടാണ് ഞാനിത് വായിക്കുന്നത്, അല്ലെങ്കിൽ അത് മുഴുവനും വായിക്കില്ല. നിങ്ങൾക്കറിയാലോ. ക്ലിയർ ആണല്ലോ? ഫോർത്ത് വൺ. ഇനി ദ ടോട്ടൽ നമ്പർ ഓഫ് ഗ്രീവിയൻസ് റീഡ്രസൽ കമ്മിറ്റി, ഈ റീഡ്രസൽ കമ്മിറ്റിയുടെ ടോട്ടൽ നമ്പർ എത്രയിൽ കൂടുതലാവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്? 6 നമ്പർ. പരമാവധി 6 പേരെ പാടുള്ളൂ കമ്മിറ്റിയിൽ. ഒരു കമ്മിറ്റി ചിലപ്പോ അവിടെ മുകളിൽ 1ാമത്തെ പോയിന്റിൽ പറഞ്ഞു 1, 2 കമ്മിറ്റി രൂപീകരിക്കാം. പക്ഷെ ഒരു കമ്മിറ്റിയിൽ 6 പേരിൽ കൂടുതൽ ആവാൻ പാടില്ല. എന്ന് വെച്ചാൽ 8 പേരൊന്നും ഒരു ഗ്രീവിയൻസ് റീഡ്രസൽ കമ്മിറ്റിയിൽ വേണ്ടാന്ന് മനസ്സിലായോ? മാക്സിമം 6 പേര് മതി. ഇനി ഇതിനകത്ത് പ്രാക്ടിക്കൽ ആക്കാനായിട്ടുള്ള മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, ഒരു വുമൺ നമ്പർ. ഈ പറയുന്ന റീഡ്രസൽ കമ്മിറ്റിയിലെ ചിലപ്പോ ഇവരെടുത്തിരിക്കുന്നത് 2 പേരാണെന്ന് വിചാരിക്കാം. ഒരു കമ്മിറ്റിയിൽ 2 പേരെ എടുത്തുള്ളൂ. കാരണം മാക്സിമം 6 പേരെ പാടുള്ളൂ. കമ്മിറ്റി അതായത് നമ്മളുടെ ഓർഗനൈസേഷന്റെ വലിപ്പം ചെറുതാണെങ്കിൽ ഒരു കമ്മിറ്റിയിൽ 2 ആൾക്കാരൊക്കെ മതി. അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഒരാള് എന്താണ് വിമൺ ആയിരിക്കണം, അതായത് സ്ത്രീ ആയിരിക്കണം, മറ്റേ ആളപ്പോ പുരുഷനായിരിക്കും. 2 പേരുള്ളെങ്കിൽ ഒരാള് സ്ത്രീയും ഒരാൾ പുരുഷനും ആയിരിക്കണം. അങ്ങനെ നമ്പർ ഓഫ് ഈ പറയുന്ന കമ്മിറ്റിയിലെ അംഗങ്ങൾ കൂടുന്നതനുസരിച്ച് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടായിരിക്കണം മെന്നും വുമനും തെരഞ്ഞെടുക്കേണ്ടത്. എന്ന് വെച്ചാൽ 4 പേരുണ്ടെങ്കിൽ അപ്പൊ അതിനകത്ത് 2 സ്ത്രീ ഉണ്ടായിരിക്കണം, 2 പുരുഷന്മാരുണ്ടായിരിക്കണം. ഓക്കെ, 4 പേരാണെങ്കിൽ. 6 പേരാണെങ്കിൽ 3 സ്ത്രീകളും 3 പുരുഷന്മാരും. അത് എംപ്ലോയറുടെ എടുക്കണം, വർക്ക്മെന്റിന്റെ എടുക്കണം. അങ്ങനെ ചില കാര്യങ്ങൾ നമ്മുടെ കമ്മിറ്റിക്ക് ഫോം ചെയ്യുമ്പോൾ, കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടി കൺസിഡർ ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് വുമൺ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട്, അതായത് ആനുപാതികമായ വർധനവ് സ്ത്രീകളുടെ എണ്ണത്തിലും ഉണ്ടാക്കണം.
എത്ര എണ്ണമാണ് മൊത്തത്തിൽ വേണ്ടത്? 4 പേരാണെങ്കിൽ 2 പേര് അവിടെ, 2 പേരുണ്ട്. 2 പേരുള്ളെങ്കിൽ ഒരു സ്ത്രീ ഒരു പുരുഷൻ. 6 പേരാണെങ്കിൽ 3+3. അങ്ങനെ മനസ്സിലായോ ആ ഒരു പോയിന്റ്? അങ്ങനെ എടുക്കുന്ന എണ്ണം അങ്ങനെയായിരിക്കണം വിമന്റെയും അതുപോലെ തന്നെ മെന്നിന്റെയും. അതോടൊപ്പം തന്നെ മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് 6ൽ കൂടുതൽ ആകാൻ പാടില്ല. ഷാൽ നോട്ട് എക്സീഡ് മോർ ദാൻ 6 എന്ന് പറഞ്ഞേക്കണേ. 6 എണ്ണത്തിൽ കൂടുതൽ റീഡ്രസൽ കമ്മിറ്റിയില്, ഗ്രീവിയൻസ് റീഡ്രസൽ കമ്മിറ്റിയില് ഉണ്ടാകാൻ പാടില്ല. ടോട്ടൽ നമ്പർ ആണ് പറഞ്ഞത്. ക്ലിയർ ആയോ 4ാമത്തെ പോയിന്റ്? ഈ പോയിന്റുകളൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതിനൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. കാരണം ഇതൊക്കെ ആക്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. ആക്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യം അതനുസരിച്ച് തന്നെ പോകുള്ളൂ, ഫോളോ ചെയ്യുള്ളൂ. ക്ലിയർ ആയോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണം, അല്ലെങ്കിൽ ഞാൻ അടുത്തതിലേക്ക് പോകുകയാണ്. നെക്സ്റ്റ് വൺ. അടുത്തത്, ഇനി ഇതിനകത്ത് ഈ പറയുന്ന ഏതെങ്കിലും തരത്തില് ഈ കൺസിഡർ ചെയ്യുമ്പോൾ ഈ സെക്ഷനിൽ പറയുന്ന മറ്റൊരു കാര്യം, ഗ്രീവിയൻസ് റീഡ്രസൽ കമ്മിറ്റിയില് ഇറ്റ് ഷൽ നോട്ട് എഫക്ട് ദ റൈറ്റ് ഓഫ് ദ വുമൺ വർക്ക്മെൻ. അതായത് ഈ നമ്മൾ ഇങ്ങനെയുള്ള കമ്മിറ്റിയിൽ രൂപീകരിച്ചു കഴിയുമ്പോൾ അതിനകത്ത് പല കാര്യങ്ങളും, അതായത് അതിനകത്ത് ഉണ്ടാകുന്ന ഡിസ്പ്യൂട്ട്സുകളൊക്കെ എങ്ങനെ നമ്മൾ തീർക്കും, അത്തരം വഴക്കുകൾ തർക്കങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് ഒരു ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ടിലേക്ക് ആകാതെ, അതായത് ആ ഒരു ഓർഗനൈസേഷന്റെ മൊത്തത്തിലുള്ള ഒരു തർക്കത്തിലേക്ക് മാറാതെ എന്താ പറയാ, ആ ഒരു പ്രൊവിഷൻസ് നമ്മുടെ ഈ ആക്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കനുസരിച്ച്, നിയമങ്ങൾക്കനുസരിച്ച് അതിനെ എന്ത് ചെയ്യണം, അതിനെ അഫക്ട് ചെയ്യാതെ, മൊത്തം ഓർഗനൈസേഷനെ അഫക്ട് ചെയ്യാതെയുള്ള ഒരു ഗ്രീവിയൻസ് റീഡ്രസലായിരിക്കണം നടത്തേണ്ടത്. പ്രശ്നപരിഹാരം നടത്തുമ്പോൾ ആ ഒരു ഡിസ്പ്യൂട്ടിനെ വലിയ തോതിലുള്ള തർക്കം, ദാറ്റ് മീൻസ് അത് ഓർഗനൈസേഷനെ മൊത്തമുള്ള ഒരു തർക്കത്തിലേക്ക് കൊണ്ടെത്തിക്കാതെ ഏത് രീതിയിലെങ്കിലും അതിനെ എന്ത് ചെയ്യുക, ഹാൻഡിൽ ചെയ്യുക. അതാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത 5ാമത്തെ പോയിന്റില്, നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ ദിസ് സെക്ഷൻ. ഇനി എന്തെങ്കിലും രീതിയിൽ ചിലപ്പോ ഈ സെക്ഷനിലൊന്നും വരാത്ത രീതിയിലുള്ള ചില പരാതികളും പരിഭവങ്ങളും ഒക്കെ ചിലപ്പോ ഉണ്ടായിരുന്നിരിക്കാം. അങ്ങനെ വരുമ്പോ അത് സെറ്റിൽ ചെയ്യാനായിട്ട് അത്തരം ഗ്രീവിയൻസുകളെ പരിഹരിക്കാനായിട്ട് അത് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ വർക്ക്മെന്റെ അവകാശങ്ങളെ ബാധിക്കാത്ത രീതിയിൽ, അതായത് എംപ്ലോയീസിനെ ബാധിക്കാത്ത രീതിയിൽ, അവരുടെ അവകാശങ്ങൾക്ക് എന്താ പറയാ എതിർ വരാത്ത രീതിയിൽ, എന്ന് വെച്ചാൽ അവരുടെ അവകാശങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് വേണം നമ്മൾ ഇതുവരെ പ്രശ്നവും പരിഹരിക്കാൻ. അത് ഒരു ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്കി മാറ്റാതിരിക്കാനും കൂടി ശ്രദ്ധിക്കണം. അതാണ് 5th പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ കമ്മിറ്റിയിൽ മേ കംപ്ലീറ്റ് ഇറ്റ്സ് പ്രൊസീഡിങ്സ്. ഇതുപോലെയുള്ള തർക്കങ്ങളും പരാതികളും വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ കമ്മിറ്റി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിന്റെ ബാക്കി നടപടികളൊക്കെ എപ്പോഴേക്കും within 30 days on receipt of written application by or on behalf of aggrieved party. ഈ പറയുന്ന ഗ്രീവിയൻസുകൾ നേരിട്ടിരിക്കുന്ന ആൾക്കാര്, അത് ചിലപ്പോൾ ഒരാളാകാം, ഒരു ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ് ആകാം, അവര് ഒരു എന്താ പറയാ ഇതുപോലെയുള്ള റിട്ടേൺ കംപ്ലൈന്റുകളായിട്ട് ഇങ്ങനെ കൊടുക്കും. എന്താ, ഞങ്ങൾക്ക് ഇന്ന കാര്യങ്ങളിൽ പരാതികളുണ്ട് എന്നുള്ളത് ആ റിട്ടേൺ കംപ്ലൈന്റ് മാനേജ്മെന്റിലേക്ക് കൊടുത്തിരിക്കും. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഹയർ അതോറിറ്റീസിനെയോ അല്ലെങ്കിൽ കൺസേൺഡ് പേഴ്സൺസിനെയോ ആ ഒരു കംപ്ലൈന്റുകൾ അവര് എന്താ പറയാ ഏൽപ്പിച്ചിരിക്കും, അല്ലെങ്കിൽ അവരുടെ നോട്ടീസിലേക്ക് കൊണ്ടുവന്നിരിക്കും. ആ ഒരു റിട്ടേൺ ആപ്ലിക്കേഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അതിന് 30 ദിവസത്തിനുള്ളിൽ, അങ്ങനെ പറഞ്ഞേക്കണം, ഇതിന്റെ പ്രൊസീഡിങ്സ് നടത്തിയിരിക്കണം. എന്ന് വെച്ചാൽ ഗ്രീവിയൻസ് എന്ന് പറയുന്ന ഒരു സംഭവം റിട്ടേൺ ആപ്ലിക്കേഷൻ ആയിട്ട് അല്ലെങ്കിൽ റിട്ടേൺ ഒരു കംപ്ലൈന്റ് ആയിട്ട് എംപ്ലോയീസിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ വിതിൻ 30 days ആണ് കേട്ടോ. 30 ദിവസത്തിനുള്ളിലെങ്കിലും അതിനുള്ള കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഇതൊക്കെ ഈ ആക്ടിൽ പറഞ്ഞിരിക്കുന്നതാണ്. ഓക്കെ, അതിന് നീട്ടിക്കൊണ്ട് പോകാനായിട്ട് പാടില്ല. മാക്സിമം ടൈമാണ് പറഞ്ഞിരിക്കുന്നത്, വിതിൻ 30 days ആണ്. അപ്പൊ 30 days അബവ് പാടില്ല എന്നാണ്. അതിനേക്കാൾ എളുപ്പം ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ തീർക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ. ഓക്കെ, അതിനൊരു മാക്സിമം ടൈം ലിമിറ്റ് ആ ആക്ട് അവരെ സൂചിപ്പിച്ചിരിക്കുന്നു. എന്തിനാ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു നിർബന്ധം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? അല്ലെങ്കിൽ എന്ത് ചെയ്യും, അവിടെ കിടക്കുന്നത് ആ ഗ്രീവിയൻസ് ഒന്നും ഹാൻഡിൽ ചെയ്യാതെ പോകും. എംപ്ലോയീസ് അവരുടേതായ രീതിയിൽ ഉറപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഓർഗനൈസേഷൻ താഴേക്ക് തലകുത്തനെ തിരുത്തനമ്പാട് പോയിക്കൊണ്ടിരിക്കും. അഗ്രീവ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ, ആ ഒരു ഇത് നേരിട്ട വ്യക്തി. ഇപ്പൊ ഒരു ഗ്രീവിയൻസ്, എനിക്കാണ് എന്തെങ്കിലും പരാതിയും പരിഭവം ഉള്ളത്, അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, റിട്ടേൺ കംപ്ലൈന്റ് എന്റെ എന്നോടൊപ്പം വർക്ക് ചെയ്യുന്നവർക്കിടയ്ക്ക് എല്ലാവർക്കും കൂടി വേണ്ടി നമ്മളൊരു റിട്ടേൺ കംപ്ലൈന്റ് എഴുതി ഹയർ അതോറിറ്റിക്കോ അല്ലെങ്കിൽ ഗ്രീവിയൻസ് ഹാൻഡിൽ ചെയ്യുന്ന കമ്മിറ്റിക്കോ കൊടുക്കാമെന്ന് വിചാരിക്കാം. അവർക്കാണ് കൊടുക്കണ്ടേ. അപ്പൊ അവർക്ക് കൊടുക്കുമ്പോൾ അവരത് വായിച്ച് നോക്കി അതിന്റെ കാര്യങ്ങളൊക്കെ മാനേജ്മെന്റിന്, അതിനകത്ത് എംപ്ലോയറും ഉണ്ടല്ലോ, എംപ്ലോയറുടെ ഭാഗത്തുള്ള ആളുകളും ഉണ്ട് കമ്മിറ്റിയിൽ. അപ്പൊ അവരെല്ലാവരും കൂടി അതിനോട് സൊല്യൂഷൻസ് 30 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം, നടത്തിയിരിക്കണം എന്നാണ് പറഞ്ഞത്. അഗ്രീവ്ഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ ആ ഒരു ഇത് നേരിട്ട വ്യക്തി ഓർ വ്യക്തികൾ ആകാം. ഓക്കെ, മനസ്സിലായോ? അഗ്രീവ്ഡ് പാർട്ടി എന്ന് പറഞ്ഞത് ആരാണെന്ന്? ഗ്രീവിയൻസ് അനുഭവിക്കുന്ന ആള്. ക്ലിയർ ആയോ? പറയേ, ആരാ ചോദിച്ചത്?
ഓക്കെ, യെസ്. ഇനി എന്താ പറയാ, ദ വർക്ക്മെൻ ഹു ഈസ് എഗ്രീഡ് ഓഫ് ദ ഡിസിഷൻ, അതായത് ഇനി അതിനുശേഷം നമ്മൾ ഈ 30 ദിവസത്തിനുള്ള ഇതിനുള്ള സൊല്യൂഷൻസ് എന്ത് ചെയ്യും, പരിഹാര മാർഗങ്ങളൊക്കെ കണ്ടെത്തുകയും. അപ്പൊ ആ ഗ്രീവിയൻസ് റീഡ്രസൽ കമ്മിറ്റി അവരുടെ ഒരു തീരുമാനം അഗ്രീഡ് പാർട്ടീനെ നമ്മളുടെ എന്താ പറയാ അവര് കൊടുത്ത കംപ്ലൈന്റുകളുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യും, അവരത് നോക്കി കഴിഞ്ഞിട്ട് ദേ ക്യാൻ അപ്പീൽ. എംപ്ലോയറിനോട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവരുടെ ഡിസിഷൻസിൽ ഗ്രീവിയൻസിനെ ഹാൻഡിൽ ചെയ്യുന്ന കമ്മിറ്റിയുടെ തീരുമാനം അവർ വായിച്ചു അല്ലെങ്കിൽ അറിഞ്ഞു. ആ തീരുമാനത്തിൽ ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള പോരായ്മ തോന്നി, അല്ലെങ്കിൽ ഈ തീരുമാനം ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല, കമ്മിറ്റീനെ അറിയിക്കുന്നു ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള പരാതികൾ ഉണ്ടെന്നുള്ളത്. അവര് ഒരു സൊല്യൂഷൻസ് അവരുടേതായ രീതിയിൽ കണ്ടെത്തി കാണിച്ചു കൊടുത്തു എന്ന് വിചാരിക്കാം. പക്ഷെ എങ്കിലും അവർക്കത് അതിന് എന്താ പറയാ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ, സാറ്റിസ്ഫൈഡ് വിത്ത് ദ ഡിസിഷൻ, ആ ഒരു തീരുമാനത്തിനോട് അവർക്ക് തൃപ്തിയില്ല എങ്കിൽ ദേ ക്യാൻ മേക്ക് സം അപ്പീൽ ടു ദ എംപ്ലോയർ. എന്ത് ചെയ്യാം, ആ ഒരു ഗ്രീവിയൻസ് റീഡ്രസൽ കമ്മിറ്റിയുടെ തീരുമാനം അപ്പീൽ ആയിട്ട് പോയി എംപ്ലോയറിനെ അത് അറിയിക്കാം. ഇനി അതിനുശേഷം അപ്പോ നമ്മുടെ എംപ്ലോയർ ഷാൽ വിത്തിൻ 1 month ആഫ്റ്റർ ദ ഡേറ്റ് ഓഫ് റിസീപ്റ്റ് ഓഫ് സച്ച് അപ്പീൽ, ആ അപ്പീൽ കിട്ടിയതിനു ശേഷം 1 മാസത്തിനുള്ളിലെങ്കിലും ആ പറയുന്ന കാര്യങ്ങൾക്ക് തീരുമാനം എടുത്തിരിക്കണം. ഡിസ്പോസ്ഡ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ, ആ ഒരു ഗ്രീവിയൻസ് ഡിസ്പോസ് ചെയ്തിരിക്കണം എന്ന് വെച്ചാൽ അത് തീർത്തിരിക്കണം 1 മാസത്തിനുള്ളിൽ. ഇപ്പൊ കമ്മിറ്റി ഒരു തീരുമാനം എടുത്തു, പക്ഷെ ആ കമ്മിറ്റി എടുത്ത തീരുമാനം എംപ്ലോയീസിന് വർക്ക്മെന് എന്ത് ചെയ്യില്ല, എന്താ പറയാ സംതൃപ്തരാക്കിയില്ല അവരെ. നമ്മൾ ഇവിടെ കുറച്ച് എംപ്ലോയീസ് ആണ് വിചാരിക്കും, നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള പരാതിയും പരിഭവം ഉണ്ടായി, അപ്പോൾ നമ്മളെല്ലാവരും കൂടി ചേർന്ന് ഒരു കംപ്ലൈന്റ് ആയിട്ട് അതിനെയാണ് ഗ്രീവിയൻസ് എന്ന് വിളിക്കുക. എന്താ പറയാ, ഒരു ഓൾ ടോട്ടൽ എല്ലാ എംപ്ലോയീസും കൂടി റിട്ടേൺ കംപ്ലൈന്റ് ചെയ്ത് കൊടുത്തു. അപ്പൊ അത് നമ്മൾ ഗ്രീവിയൻസ് ഹാൻഡിൽ ചെയ്യുന്ന കമ്മിറ്റി ഉണ്ട് നമുക്കിവിടെ, ആ കമ്മിറ്റിക്ക് കയ്യിലാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ അവര് അത് വെച്ച് നോക്കി അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കി ഡാറ്റ ഒക്കെ കളക്ട് ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം അല്ലെങ്കിൽ അത് സോൾവ് ചെയ്യാനുള്ള ചില ഒരു സൊല്യൂഷനും കൊണ്ട് വന്നു. അത് വർക്ക്മെന്മാരെ അറിയിച്ചു എന്ന് വിചാരിക്കാം, നമ്മളെ അറിയിച്ചു, ഞങ്ങൾ അത് കൊടുത്തു കഴിഞ്ഞപ്പോ അത് എങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ ഒരു കാര്യം ഇങ്ങനെ തീർപ്പാക്കാം എന്ന് പറഞ്ഞാൽ നമ്മളെ അറിയിച്ചു. പക്ഷേ വി ആർ നോട്ട് സാറ്റിസ്ഫൈഡ് ഇൻ ദാറ്റ് ഡിസിഷൻ. അവർ തന്ന ആ ഒരു സൊല്യൂഷനിൽ അവരുടെ തീരുമാനത്തിൽ ഞങ്ങൾ സംതൃപ്തരല്ല. സോ ദാറ്റ് അപ്പൊ എന്ത് ചെയ്യാം, ഞങ്ങൾക്ക് ഇത് നിങ്ങൾ തന്ന ഇതിൽ സംതൃപ്തരല്ലാത്തതുകൊണ്ട് നമുക്ക് അത് വീണ്ടും അത് ഫോർവേഡ് ചെയ്യാം അപ്പീലായിട്ട്, ആർക്ക്, എംപ്ലോയർക്ക് നേരിട്ട്. ഈ ഗ്രീവിയൻസ് കമ്മിറ്റിയിൽ നിന്ന് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, അപ്പീലായിട്ട് പോകുന്നു. ആ അപ്പീൽ കിട്ടിക്കഴിഞ്ഞാൽ എംപ്ലോയർ ഇനി എന്ത് ചെയ്യണം, അത് കിട്ടിയ അന്ന് മുതൽ 1 മാസത്തിനുള്ളിൽ, നേരത്തെ കൊടുത്തേക്കുന്നതാണ്, അത് കമ്മിറ്റിക്കാ കൊടുത്തേ, കമ്മിറ്റിയുടെ സൊല്യൂഷനിൽ നമുക്ക് തൃപ്തിയില്ല, അതുകൊണ്ട് നമ്മൾ വീണ്ടും അപ്പീൽ പോയി. സാധാരണ അങ്ങനെയല്ലേ, ഒരു കേസും കൂട്ടൊക്കെ വരുമ്പോ അത് നമ്മൾ കോടതിയെ സമീപിക്കും. നമുക്ക് അനുകൂലമായി വിധിച്ചില്ലെങ്കിൽ എന്ത് പറ്റും, നമ്മള് എന്താ ചെയ്യാറ്? അങ്ങനെ കേട്ടിട്ടൊന്നുമില്ല നിങ്ങള്? കോടതിയും ഇതൊക്കെ ആയിട്ടുള്ളത് എവിടെയെങ്കിലും കേട്ടോ പരിചയമോ ഒക്കെ ഇല്ലേ? നമ്മളൊക്കെ എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് അത് തന്നെ അപ്പീൽ കൊടുക്കും നമ്മള് വീണ്ടും. കാരണം വി ആർ നോട്ട് സാറ്റിസ്ഫൈഡ് ഇൻ ദാറ്റ്, എന്താ പറയാ, അവർക്ക് കൊടുത്ത അവരുടെ ആ ഒരു റിസൾട്ടില് നമുക്ക് സാറ്റിസ്ഫൈഡ് അല്ല, അല്ലെങ്കിൽ നമുക്ക് വന്ന ആ വിധിയില് നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് തീർച്ചയായും അപ്പീൽ പോകും അല്ലെ? അപ്പൊ അങ്ങനെ പോകും. അപ്പൊ ഇവിടെ വർക്ക്മെന് നേരിട്ട് എംപ്ലോയർക്ക് അപ്പീൽ കൊടുക്കാം. അപ്പീൽ കിട്ടിയ അന്ന് മുതൽ, ആ ഡേറ്റ് മുതൽ 1 മാസത്തിനുള്ളിലെങ്കിലും ആ ഒരു ഗ്രീവിയൻസ് ഡിസ്പോസ് ചെയ്തിരിക്കണം. അതിന്റെ ആ ഒരു കോപ്പി, നമ്മൾ എംപ്ലോയർ എടുത്ത ആ ഒരു ഡിസിഷന്റെ കോപ്പി ആർക്ക് കൊടുക്കണം, വർക്ക്മെന് കൊടുത്തിരിക്കണം. മനസ്സിലായോ? അപ്പീൽ കൊടുത്ത് അതിന്റെ ഡിസിഷൻസിലേക്ക് വീണ്ടും വേണമെങ്കിൽ അപ്പീലൊക്കെ കൊടുക്കാനുള്ള സാഹചര്യം ഏതിലുണ്ട്, ഈ പറയുന്ന നമ്മളുടെ ഓർഗനൈസേഷനിലെ ഗ്രീവിയൻസ് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ഉണ്ട് എന്നാണ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947 എന്ന സെക്ഷൻ 9C പറയുന്നത്. ക്ലിയർ ആയോ? ഇനി അടുത്തത് പറയുന്നത്, ഇനി നമ്മുടെ വർക്ക്മെൻ ഷാൽ അപ്ലൈ ടു ദ, അതായത് ഈ സെക്ഷനിൽ പറയാത്ത എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വർക്ക്മെനിന് ഏതെങ്കിലും തരത്തിലുള്ള ഗ്രീവിയൻസ് ഉണ്ടെങ്കിൽ, ഗ്രീവിയൻസ് റീഡ്രസൽ മെക്കാനിസം, ചില ബിസിനസ് ഓർഗനൈസേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു റീഡ്രസൽ മെക്കാനിസം തന്നെ അവരുടെ ഓർഗനൈസേഷനിൽ സെറ്റ് ചെയ്യാറുണ്ട്. അവർക്കും വേണമെങ്കിൽ എന്ത് ചെയ്യാം, വർക്ക്മെന് അവരുടെ എന്താ പറയാ പരിഹാരത്തിന് വേണ്ടിയിട്ട്, അതായത് പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയിട്ട് അവരെയും സമീപിക്കാം. ചില ഓർഗനൈസേഷനിൽ അങ്ങനെ ഉണ്ടെന്ന്, ഏത് ഇങ്ങനൊരു മെക്കാനിസം, അതായത് GRM, എന്താണ് ഗ്രീവിയൻസ് റീഡ്രസൽ മെക്കാനിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എ സിസ്റ്റം വിച്ച് ഇസ് ഹാൻഡ്ലിംഗ് ഫോർ ദ കംപ്ലൈന്റ്സ് ആൻഡ് ഡിസ്പ്യൂട്ട്സ്. ഈ എംപ്ലോയീസിന് ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ടോ ഉണ്ടാകുന്ന എന്തെങ്കിലും തരത്തിലുള്ള പരാതികളും തർക്കങ്ങളും ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു സിസ്റ്റം. ആ ഒരു സിസ്റ്റം ചില ഓർഗനൈസേഷൻസിലുണ്ട്. നേരിട്ട് വേണമെങ്കിൽ അവർക്ക് കൊടുക്കാം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ
എന്താ പറയാ ബിസിനസ് ഓർഗനൈസേഷൻസിൽ ഉണ്ടാകുന്ന ഗ്രീവിയൻസുകളെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചില നയങ്ങളാണ്. അത് 1947 തുടങ്ങി ഉണ്ടാക്കി വെച്ചതാണ്. 1947 ദാറ്റ് മീൻസ് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപാണ് അങ്ങനെയുള്ള കുറെ നിയമങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചത്. അപ്പൊ പരാതികളും പരിഭവങ്ങളൊക്കെ തീർച്ചയായിട്ടും എവിടെയും ഉടലെടുക്കും. പക്ഷെ അത് പരിഹരിക്കുക എന്നുള്ളത് ഈ പറയുന്ന രീതിയിലൊക്കെ ആണ് അതിനു വേണ്ടിയിട്ട് ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നത്, തീരുമാനിക്കുന്നത്. ക്ലിയർ ആയല്ലോ? മനസ്സിലായില്ലേ? ആ പോയിന്റുകളൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പഠിക്കാം. അതിനകത്ത് നിന്നൊക്കെ ഇടയ്ക്ക് നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റിയ സെന്റൻസുകളൊക്കെ തന്നെയുണ്ട്. അതിൽ പ്രധാനമായിട്ടും 1ാമത്തെ പോയിന്റില്, 2ാമത്തെ പോയിന്റില്, 3ാമത്തെ പോയിന്റില്, 4ാമത്തെ പോയിന്റിലും പിന്നെ 6ാമത്തെ പോയിന്റിലും, 6ഉം അല്ല പിന്നെ ഒരു 7ാമത്തെ പോയിന്റിലും ഉണ്ട് കേട്ടാ. 5ഉം ഇതും എന്താ പറയാ ലാസ്റ്റത്തെ പോയിന്റ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ബാക്കി എല്ലാ പോയിന്റിലും ഇഷ്ടംപോലെ കാര്യങ്ങൾ ചോദിക്കാൻ പറ്റിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റിയ രീതിയിലുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണല്ലോ ക്വസ്റ്റ്യൻ. അങ്ങനത്തെ സെന്റൻസുകളാണ്. അതൊന്നും അണ്ടർലൈൻ ചെയ്തേക്കാം. 5ഉം 8ഉം വേണമെന്നില്ല. ബാക്കി എല്ലാ പോയിന്റും എത്ര ദിവസത്തിനുള്ളിൽ നമുക്ക് ഈ പറയുന്ന ഗ്രീവിയൻസിന്റെ കാര്യങ്ങൾ പ്രൊസീഡിങ്സ് എന്താ പറയാ നിർത്തണം, അവസാനിപ്പിക്കണം, അല്ലെ? അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. പറഞ്ഞോട്ടെ അടുത്തത്. ഹലോ, ഓക്കെ, അണ്ടർലൈൻ ചെയ്തല്ലോ എല്ലാവരും? യെസ്. ഇനി ഗ്രീവിയൻസ് റെസൊല്യൂഷൻ മെത്തേഡ്സ് ആണ്. ഇനി ഗ്രീവിയൻസുകളെ നമുക്ക് എങ്ങനെ എന്താ പറയാ റിസോൾവ് ചെയ്യാം എന്ന് വെച്ചാൽ സോൾവ് ചെയ്യാൻ പറ്റും, അതിനു വേണ്ടിയിട്ടുള്ള ചില മെത്തേഡുകളാണ് പറയുന്നത്. 1ാമത്തേത് കളക്റ്റീവ് ബാർഗൈനിങ്. നമുക്കറിയാം ഈ ഗ്രീവിയൻസ് എന്ന് പറയുന്നത് ഒരു കളക്റ്റീവ് ബാർഗൈനിങ് ആണ്. എന്താ കളക്റ്റീവ് ബാർഗൈനിങ്? വിലപേശൽ ആണ്. ഒരുമിച്ച് എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള വിലപേശൽ. ഈ ഒരുമിച്ചുള്ള വിലപേശൽ എന്തിനു വേണ്ടിയിട്ടൊക്കെ ആകാം? അവരുടെ വർക്കിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഫേവറബിൾ ആകാതെ ആകുമ്പോ, അല്ലെ? നമുക്ക് ജോലി ചെയ്യുന്ന ചുറ്റുപാട് അനുകൂലമല്ലാതെ വരുമ്പോ, സാലറിയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾക്ക്, വർക്കിംഗ് ടൈം, വർക്കിംഗ് അവേഴ്സ്, ഇതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ എന്തുണ്ടാകും? എംപ്ലോയീസ് എല്ലാവരും കൂടി ചേർന്ന് പലതരത്തിലുള്ള വിലപേശലുകളൊക്കെ നടത്താറുണ്ട്, അല്ലെ? അപ്പൊ ഇതിനകത്ത് ഗ്രീവിയൻസ് റിസോൾവ് ചെയ്യാൻ ഇഷ്യൂസ് വേരിയസ് എംപ്ലോയീസ്, അതായത് എല്ലാവരുടെയും ഒരുമിച്ചുള്ള ഗ്രീവിയൻസുകളാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കുക. കളക്റ്റീവ് ആയിട്ടുള്ള ബാർഗൈനിങ് ഏറ്റവും കൂടുതൽ അതാണ് ആദ്യം പരിഹരിക്കേണ്ടത്. വ്യക്തിഗതമായിട്ടുള്ള ഗ്രീവിയൻസിനേക്കാൾ ഉപരി ചിലപ്പോൾ വ്യക്തിപരമായിട്ട് ചില ആളുകൾക്ക് മാത്രം അവരെ മാത്രം സംബന്ധിക്കുന്ന ചില ബാർഗൈനിങ് ഉണ്ടാകാം. അതിനേക്കാൾ ഉപരി നമ്മൾ ഏറ്റവും കൂടുതൽ സോൾവ് ചെയ്യേണ്ടത് കളക്റ്റീവ് ബാർഗൈനിങ്ങിനെയാണ്. അതായത് എല്ലാവരും കൂടി ഒരുമിച്ചുള്ളത്. കാരണം എന്താന്ന് വെച്ചാൽ അവിടെ അങ്ങനെയുള്ള ഇത് വരുമ്പോഴേ എല്ലാവരും കൂടി ഒരുപാട് ഒറ്റക്കെട്ടായി നിൽക്കും. അപ്പൊ അവിടെ പ്രൊഡക്ഷനെ ബാധിക്കും, മാനേജ്മെന്റിനെ ബാധിക്കും, അല്ലെ? പല രീതിയിലും അത് നെഗറ്റീവ് ആയിട്ടുള്ള ഇഫക്റ്റുകൾ കൊണ്ടുവരും. അതെ, സാലറിയെ സംബന്ധിക്കുന്നത് കളക്റ്റീവ് ആയിട്ടുള്ള ബാർഗൈനിങ്ങിൽ വരും. അതായത് ചിലപ്പോഴൊക്കെ ഉദാഹരണം പറയാം, ചിലപ്പോൾ നമ്മൾ ജോയിൻ ചെയ്തപ്പോ നമ്മള് സാലറി നമ്മളോട് ഇത്ര പറഞ്ഞു, നിങ്ങൾക്ക് മന്ത്ലി ഇത്ര സാലറിയാ തരുന്നത്. ആൻഡ് വരുന്ന വർഷങ്ങളിൽ അത് കഴിഞ്ഞ് പിന്നെ തുടർന്ന് വരുന്ന വർഷങ്ങളിൽ ഓരോ വർഷവും നിങ്ങൾക്ക് നിങ്ങളുടെ സാലറിയുടെ ഇത്ര പെർസെന്റേജ്, 5% അല്ലെങ്കിൽ 10% ഇൻക്രിമെന്റ് ഉണ്ടാകുന്നു എന്ന് പറയുന്നു. അല്ലെങ്കിൽ 6 മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 3 മാസം കഴിയുമ്പോൾ സാലറി ഇൻക്രിമെന്റ് തരുന്നു. തുടക്കത്തെ ഈ മാസം മാത്രമേ ഇത്രയും തരുള്ളൂ, ബാക്കിയുള്ള മാസങ്ങളിൽ നിങ്ങൾക്ക് ഇത്ര തന്നേക്കാം, ഇത്ര വീതം പെർസെന്റേജ് ഇൻക്രീസ് ചെയ്ത് തന്നേക്കാം എന്ന് പറയുന്നു. പക്ഷെ ഇറ്റ് ഈസ് നോട്ട് ഗിവൺ ബൈ ദ മാനേജ്മെന്റ്. പക്ഷെ അത് കൊടുക്കണില്ല. പറഞ്ഞിരുന്നു ആദ്യമേ നമ്മൾ ജോയിൻ ചെയ്തപ്പോ, പക്ഷെ കൊടുക്കണില്ല. അപ്പൊ ഒരു ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസിനോട് അങ്ങനെ പറഞ്ഞിട്ട് അത് കൊടുക്കാതെ ആകുമ്പോ എന്ത് പറ്റും? അവര് അവകാശപ്പെടുമല്ലോ കൂട്ടമായിട്ട്, അല്ലെ? അപ്പൊ അത് അത് തന്നെ എല്ലാ ആളുകൾക്കും ഒരു ഉണ്ടാകുന്ന എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ് ആണ്. ഒരാൾക്ക് മാത്രമാണെങ്കിലും ചിലപ്പോൾ അയാളോട് മാത്രമാണ് പറഞ്ഞിരിക്കണമെങ്കിൽ അയാൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ബാർഗൈനിങ് ആണ്. പക്ഷെ കളക്റ്റീവ് ആയിട്ടുള്ള ബാർഗൈനിങ് ആണ് പെട്ടെന്ന് റിസോൾവ് ചെയ്യേണ്ട ബാർഗൈനിങ്. അതാണ് 1ാമത്തെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. 2ാമത്തേത് മീഡിയേഷൻ ആണ്. ഇൻ ദിസ് ദ ഹാൻഡ്ലിംഗ് ബിക്കംസ് ടു പ്ലേ, അതായത് നമ്മുടെ ഈ ഗ്രീവിയൻസുകൾ ഒരു ഫോർമൽ ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ, അതായത് ഔപചാരികമായിട്ട് നമ്മൾ അതിനെ റിസോൾവ് ചെയ്യണം. അതായത് നമ്മൾ എന്താ പറയാ ഒഫീഷ്യലായിട്ട് ഔപചാരികമായിട്ട് ആ ഗ്രീവിയൻസ് എങ്ങനെ ആണ് ഹാൻഡിൽ ചെയ്യേണ്ടത്. കാരണം അത് ഏറ്റവും കൂടുതൽ നമ്മളുടെ ഓർഗനൈസേഷനെ ബാധിക്കാനായിട്ട് സാധ്യതയുണ്ട്. സോ ദേ ഹാവ് ടു വോളണ്ടറിലി ഹാൻഡിൽ സച്ച് ഗ്രീവിയൻസ്. ആ ഒരു ഗ്രീവിയൻസിനെ എന്ത് ചെയ്യണം? സ്വമേധയാ നമ്മൾ സ്വന്തമായിട്ട്, അതായത് ഓർഗനൈസേഷനകത്ത് നിന്നുകൊണ്ട് ആ ഓർഗനൈസേഷനിലെ ആളുകള് തീരുമാനിച്ച്, അല്ലെങ്കിൽ മാനേജ്മെന്റ് മറ്റാരെയും ആശ്രയിക്കാതെ, കണ്ടല്ലോ അവിടെ അടുത്ത സെന്റൻസ് അവർ പറയുന്നുണ്ട്, ആരെയും ആശ്രയിക്കാതെ നമ്മളൊരു സൊല്യൂഷൻ,
അതായത് അതിനൊരു സൊല്യൂഷൻസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം ഒരു ഫോർമൽ പ്രൊസീജിയേഴ്സിലൂടെ. ഇത് ഔപചാരികമായ ഒരു നടപടിക്രമങ്ങളൊക്കെ സ്വീകരിച്ച് വി ഹാവ് ടു സോൾവ് ദാറ്റ് ഗ്രീവിയൻസ്. അത്തരം കളക്റ്റീവ് ആയിട്ടുള്ള ഗ്രീവിയൻസ് നമ്മൾ സോൾവ് ചെയ്യണം. ആ മീഡിയേഷൻ എന്ന് പറഞ്ഞാൽ വി ഷുഡ് നോട്ട് ഇൻക്ലൂഡ് എ തേർഡ് പാർട്ടി ടു റിസോൾവ് ദ ഗ്രീവിയൻസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷന്റെ എന്താ പറയാ ഇത്തരം ഗ്രീവിയൻസുകളെ നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് മറ്റൊരു തേർഡ് പാർട്ടിയെ, അതായത് മൂന്നാമതൊരാളെ മൂന്നാമതൊരാളെ ഉപയോഗിച്ച് പരിഹരിക്കുന്നതിനേക്കാൾ ഉപരി അത് ചെയ്യരുതെന്നാ പറയുന്നത്. അതിനേക്കാൾ നല്ലത് എന്ത് ചെയ്യാം, നമ്മൾ സ്വന്തമായിട്ട് അതിനെ പരിഹരിക്കാനായിട്ട് നോക്കുക. കാരണം നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങാതെ പോകുന്നു അന്നേരം, അല്ലെ, കാര്യങ്ങൾ കൈവിട്ട് പോകുന്ന രീതിയിലേക്കാകും. അത് വരാതിരിക്കണമെങ്കിൽ നമ്മൾ അതിനെ ശരിയായ രീതിയിൽ പരിഹരിക്കണം. Okay, which comes into play when the grievance stays as it is even after the formal procedure is undertaken to resolve it. അതൊരു എന്താ പറയാ വോളണ്ടറി മെത്തേഡ് ഓഫ് ഗ്രീവിയൻസ് ഹാൻഡ്ലിംഗ് ആണ്. വോളണ്ടറി മെത്തേഡ് എന്ന് വെച്ചാൽ നമ്മൾ സ്വമേധയാ ഗ്രീവിയൻസിനെ ഹാൻഡിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ എടുക്കണം. അതിനു വേണ്ടിയായിരിക്കണം നമ്മൾ കാര്യങ്ങൾ നീക്കേണ്ടത്. അപ്പോഴാണ് അതൊരു നല്ല രീതിയിലുള്ള ഒരു ഗ്രീവിയൻസ് ഹാൻഡ്ലിംഗ് പ്രൊസീജിയർ ആയിട്ട് മാറുള്ളൂ. അതല്ലെങ്കിൽ ബട്ട് ഇഫ് ഇറ്റ് ഈസ് യൂസ്ഡ് ബിഫോർ ഓപ്റ്റിംഗ് ഫോർ ആൻ അൺബയാസ്ഡ് തേർഡ് പാർട്ടി റീഡ്രസൽ, അത് എന്താ പറയാ മറ്റുള്ളവരെ ആർബിട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ വ്യവഹാരം എന്നാണ്, മറ്റുള്ളവരെ ഉൾപ്പെടുത്തുന്നത് പോലെ തോന്നും, മറ്റുള്ളവരുടെ ഒരു കടന്നു കയറ്റം അതിനകത്തേക്ക് അനുഭവപ്പെടും. അതില്ലാതെ ഇരിക്കാനായിട്ട് ആ കളക്റ്റീവ് ബാർഗനിങ്ങിനെ സ്വന്തമായിട്ട് സോൾവ് ചെയ്യാനായിട്ട് സ്വമേധയാ സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇതൊക്കെ ഗ്രീവിയൻസ് സോൾവ് ചെയ്യുന്ന മെത്തേഡാണ് പറയുന്നത്. സ്വമേധയാ വേറെ ആരെയും ഉൾപ്പെടുത്താതെ. അവര് ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തേക്കാം കേട്ടാ. It is voluntary method of grievance handling which comes into play with when a grievance stays as it is even after formal procedure is undertaken to resolve it. ഒരു സെന്റൻസ് മാത്രം. അടുത്തത് എന്താ, കോൺസിലിയേഷൻ ആണ്. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ, ഓക്കെ, ILO എന്ന് പറയുന്ന ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടോ, നമ്മളുടെ ഗ്രീവിയൻസിനെ ഡിഫൈൻ ചെയ്തപ്പോ അതിനകത്ത് ഒന്ന് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ നമ്മുടെ ഗ്രീവിയൻസിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എന്താണ് കോൺസിലിയേഷൻ എന്നാണ് അവർ പറയുന്നത്. എന്താ കോൺസിലിയേഷൻ എന്ന് വാക്കിന്റെ അർത്ഥം? അനുരഞ്ജനം. എന്താ അനുരഞ്ജനം എന്ന് പറഞ്ഞാൽ? ഇവിടെ എന്തിനാ അനുരഞ്ജനം എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കുന്നു? ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ഇന്ന് സ്വന്തമായിട്ട് ആലോചിച്ചേ, എന്തിനാണ് അനുരഞ്ജനം എന്ന് പറയുന്നതിന്റെ മീനിങ് എന്താ? കേട്ടോ, അനുരഞ്ജനം, അനുരഞ്ജിപ്പിക്കുക എന്ന് കേട്ടോ. അതിന് വീണ്ടും വേറൊരു കുറച്ചും കൂടി ലളിതമായ മലയാള വാക്കൊന്ന് പറയാമോ? കോൺസിലിയേഷൻ, അനുരഞ്ജനം പറയും. കോംപ്രമൈസ്. ഓക്കെ, അതന്നെ, കോംപ്രമൈസ് ആണ്. കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ള ഒരു വേർഡിലേക്ക് പോകുകയാണെങ്കിൽ കോംപ്രമൈസ് ആണ്. ഇവിടെ എന്തായിരിക്കും ഇവിടെ കോംപ്രമൈസ് ചെയ്യേണ്ടത്? എംപ്ലോയീസിന്റെ പ്രശ്നങ്ങൾ പരിഹരിച്ച് എംപ്ലോയറുമായിട്ട് നല്ലൊരു ബോണ്ടിങ്ങിൽ മുന്നോട്ട് പോകുക, അതാണ് കോംപ്രമൈസ്. അപ്പൊ അനുരഞ്ജനം. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ കോൺസിലിയേഷൻ ഇങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഈസ് ദ പ്രാക്ടീസ് ബൈ വിച്ച് ദ സർവീസസ് ഓഫ് ന്യൂട്രൽ തേർഡ് പാർട്ടി ആർ യൂസ്ഡ് ഇൻ എ ഡിസ്പ്യൂട്ട് ആസ് എ മീൻസ് ഓഫ് ഹെൽപ്പിംഗ് ദ ഡിസ്പ്യൂട്ടിംഗ് പാർട്ടീസ് ടു റെഡ്യൂസ് ദ എക്സ്റ്റെന്റ് ഓഫ് their differences and to arrive at an amicable settlement of agreed solution. അതായത് ഇപ്പൊ കോൺസിലിയേഷൻ എന്ന് പറയുന്നത് ഒരു അനുരഞ്ജിപ്പിക്കലാണ്. അതായത് ഇപ്പൊ നമ്മളുടെ ഏതെങ്കിലും തരത്തില് ചില ആളുകൾ തമ്മിലുള്ള തർക്കങ്ങൾ, ഡിസ്പ്യൂട്ടിംഗ് പാർട്ടീസിന്, അതായത് രണ്ട് വ്യക്തികളോ രണ്ട് ഗ്രൂപ്പ് ഓഫ് ആളുകളോ തമ്മിൽ ചില തർക്കങ്ങളൊക്കെ ഉണ്ടായി. അപ്പൊ ആ തർക്കങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ന്യൂട്രൽ ആയിട്ട് നമ്മൾ ഒരു തേർഡ് പാർട്ടീനെ, ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അത് ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ, വണ്ടിക്കൊക്കെ ന്യൂട്രൽ നമ്മൾ ഓടിക്കും. എന്താ, അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല, അതായത് പക്ഷപാതമില്ലാത്ത, അല്ലെ, വിത്തൗട്ട് എനി എന്താ പറയാ ഈ പറയുന്ന പക്ഷപാതങ്ങളൊന്നും ഇല്ലാതെ അവരോട് എന്തെങ്കിലും കൂറ് കാണിക്കുന്നു മറ്റവരോട് ആ രീതിയിൽ അങ്ങനെയൊന്നും ഇല്ലാതെ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ആളെ, അങ്ങനത്തെ ഒരു തേർഡ് പാർട്ടീനെ. അല്ലെങ്കിൽ എന്തോ പറയും, ചില തേർഡ് പാർട്ടീസ് ഇടയിൽ കെട്ടിയാൽ എന്താ ചെയ്യുന്നത്, ചില ആൾക്കാർ ചില എംപ്ലോയർക്ക് ഫേവറബിൾ ആയിട്ട് സംസാരിക്കും, അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായിട്ട് നിൽക്കും, അവരുടെ ഭാഗത്ത് നിൽക്കും, അല്ലെ. മറ്റേ ചിലപ്പോ ചില ആളുകളെ തേർഡ് പാർട്ടീസിനെ കൊണ്ട് ചിലപ്പോൾ എംപ്ലോയീസിന്റെ കൂടെ നിൽക്കും. അങ്ങനെ പാടില്ല. ഒരു ന്യൂട്രൽ തേർഡ് പാർട്ടീനെ കണ്ടെത്തി കൊണ്ടുവരാം. അങ്ങനെ കാര്യങ്ങൾ കോംപ്രമൈസ് ആക്കുക, എന്ത് ചെയ്യുക, കൺസിലിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുരഞ്ജിപ്പിക്കുക. എന്നിട്ട് അതിനൊരു ആമിക്കബിൾ ആയിട്ടുള്ള ഒരു എന്താ പറയാ നമ്മളുടെ ഒരു റിസൾട്ടിലേക്ക്, അല്ലെങ്കിൽ ഒരു എന്താ പറയാ സെറ്റിൽമെന്റ് ഓഫ് നമ്മളുടെ ആ ഒരു സൊല്യൂഷൻ, അതിന് വേണ്ടിയിട്ട് ഒരു സൊല്യൂഷൻ, ആ ഒരു ഡിസ്പ്യൂട്ട്സ് അല്ലെങ്കിൽ തർക്കങ്ങളൊക്കെ ഒഴിവാക്കാനുള്ള ഒരു സൊല്യൂഷനിലേക്ക് കൊണ്ടുവരാം. അത് അമിക്കബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗഹാർദ്ദപരമായ, ഒന്ന് മലയാളം അവിടെ നിന്ന് എഴുതി വെച്ചേക്കാം, സൗഹാർദ്ദപരമായ ഒരു
കോംപ്രമൈസ്. ആർക്കും ഒരു എന്താ പറയാ ഇലക്കും ഉള്ളിനും കേട്ടില്ല എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആർക്കും ഫേവർ ചെയ്തില്ല, ആരെയും നമ്മൾ തിരസ്കരിച്ചില്ല. രണ്ട് കൂട്ടർക്കും നല്ലത് വരുത്തുന്ന രീതിയിലുള്ള പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കൊണ്ടുവരുന്ന ഒരു സൊല്യൂഷൻ കണ്ടെത്തുക. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ കോൺസിലിയേഷൻ എന്നാണ് ആര് പറയുന്ന ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ പറയുന്നത്. അനുരഞ്ജനം എന്ന വാക്ക് അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് എന്താണ് കോൺസിലിയേഷൻ എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ആരാണ്? ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ആണ്. അത് രണ്ടൊന്ന് അണ്ടർലൈൻ ചെയ്യേ. ഇനി ഈ ഒരു കോൺസിലിയേഷൻ, ഈ ഒരു അനുരഞ്ജനം എങ്ങനെ നടത്തുക? കോൺസിലേറ്റർ എന്ന് പറയുന്നത് അനുരഞ്ജിപ്പിക്കുന്ന ആളാണ്. ആ ഒരു കോൺസിലിയേറ്റർ, അതായത് അനുരഞ്ജിപ്പിക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ ബോത്ത് ദ പാർട്ടീസുമായിട്ടൊരു ഡിസ്കഷൻ നടത്തും. എന്ത് ചെയ്യും? അവരുടെ തർക്കങ്ങൾക്ക് ആസ്പദമാക്കി അവർ തമ്മിലൊരു എന്ത് ചെയ്യുന്നു? ഒരു ഡിസ്കഷൻ, ചർച്ച, അവരുമായിട്ടും ഇവരുമായിട്ടൊക്കെ കൂടിയിരുന്ന് ആലോചിച്ച് ചർച്ചകൾക്ക് എന്ത് ചെയ്യുന്നു? വിധേയമാകുന്നു. അല്ലെങ്കിൽ ആ ചർച്ചകൾക്ക് ഒടുവിലാണ് അവർ അതിന് ഒരു ചർച്ച ചെയ്യുമ്പോൾ അവരൊരു ഓർഡർ ആയിട്ട് എവിടെ നിന്നാണ് തുടങ്ങിയത്, എവിടെ നിന്നാണ് ആ ഗ്രീവിയൻസിന്റെ തുടക്കം, എവിടെ നിന്നാണ് അത്, പിന്നെ ഇപ്പൊ എവിടെ എത്തി നിൽക്കുന്നു, അതിന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, നിങ്ങൾ അവരും തമ്മിൽ ഒരുമിച്ച് പോകാനായിട്ട്. നമുക്കറിയാം ഏച്ചു കെട്ടിയാൽ മുഴച്ചു നിൽക്കും അല്ലെ. അപ്പൊ ഒരു എംപ്ലോയറും എംപ്ലോയേഴ്സും തമ്മിൽ ഇങ്ങനെ ഒരു എന്താ പറയാ ഒരു സോൾവ് ചെയ്യാതെ ഗ്രീവിയൻസിൽ കിടന്നു എന്താ പറയാ അതിനകത്തേക്ക് തന്നെ ലയിച്ചു ചേർന്ന് വീണ്ടും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും അവർ തമ്മിലൊരു നല്ല ബോണ്ടിങ് ഉണ്ടാവില്ല. സോ ഈ ബോണ്ടിങ്ങിന് വേണ്ടിയിട്ട് ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇതിനെ ഉടച്ച് എന്ത് ചെയ്യണം? നമ്മളൊന്ന് തന്നെ റീക്രിയേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് നമുക്കൊരു മോചനം വേണം എന്ന് വിചാരിച്ചിട്ട് ഇതുപോലെയുള്ള ന്യൂട്രൽ തേർഡ് പാർട്ടീസിനെ ഉപയോഗിച്ച് അനുരഞ്ജനം സാധ്യമാക്കുന്നു. അപ്പൊ ഈ പറയുന്ന കോൺസിലിയേറ്റർ, മീൻസ് ഈ അനുരഞ്ജനം നടപ്പാക്കുന്ന ആളുകൾ, തേർഡ് പാർട്ടി, ന്യൂട്രൽ തേർഡ് പാർട്ടി, ഇവര് ബോത്ത് പാർട്ടീസുമായിട്ട് ഡിസ്കസ് ചെയ്ത് അതിൽ നിന്നാണ് അവർ എന്ത് ചെയ്യുന്നത്? ഒരു സൊല്യൂഷൻസിലേക്ക് അറൈവ് ചെയ്യുന്നത്, എത്തിച്ചേരുന്നത്. ഓക്കെ, അപ്പൊ കോൺസിലിയേഷൻ എന്ന് പറയുന്നതിന്റെ ആ ഒരു ഇത് ഡെഫിനിഷൻ നിങ്ങൾ അവിടെ എഗ്രീഡ് സൊല്യൂഷൻ വരെ അണ്ടർലൈൻ ചെയ്താൽ മതി കേട്ടോ. അപ്പോ ഈ വൈ, ഫോർ വാട്ട് പർപ്പസ്, അല്ലെങ്കിൽ എന്തിനാണ് ഇതുപോലെയുള്ള ഈ ഗ്രീവിയൻസുകളൊക്കെ നമ്മൾ ഈ തേർഡ് പാർട്ടീസിനെ ഉപയോഗിച്ച് അനുരഞ്ജിപ്പിക്കുന്നതിന്റെ അത്യാവശ്യം എന്താ? ചിലതൊക്കെ നമുക്ക് സ്വന്തമായിട്ട് അത്തരം, അത് നമ്മൾ ആദ്യത്തേൽ പറഞ്ഞു, നമുക്ക് തന്നെ സ്വമേധയാ നമ്മൾ മറ്റാരെയൊന്നും ചേർക്കാതെ, മീഡിയേറ്റേഴ്സിനൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് വോളണ്ടറി ആയിട്ട് നമ്മളുടെ ഗ്രീവിയൻസുകളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഓർഗനൈസേഷനിൽ. അതല്ലാതെ വരുമ്പോഴാണ് നമ്മളൊരു തേർഡ് പാർട്ടി, ഒരു ന്യൂട്രൽ തേർഡ് പാർട്ടിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത്. ഇത്തരം പ്രശ്നങ്ങൾ സോൾവ് ചെയ്യിപ്പിക്കാനായിട്ട്, അനുരഞ്ജിപ്പിക്കാനായിട്ട് ഒരു മീഡിയേറ്ററിനെ നമ്മൾ പുറത്തു നൽകുന്നു. ആ തേർഡ് പാർട്ടി ന്യൂട്രൽ ആയിട്ട് വന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, അതിന്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് തീരുമാനിച്ച് നമ്മളായിട്ട് എന്താ പറയാ ഒരു പ്രശ്ന പരിഹാരത്തിലേക്ക് എത്തും. ഇനി ഫോർവാർഡ് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഈ ഒരു ഡിസ്പ്യൂട്ട്സ് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ റിസോൾവ് ചെയ്യുന്നത് ആസ് സൂൺ ആസ് പോസിബിൾ റിസോൾവ് ചെയ്യുന്നതിന്റെ കാരണം എന്താണെന്ന് പറയുമ്പോൾ, അത് റിസോൾവ് ചെയ്തില്ലെങ്കിൽ ഇറ്റ് മേ ലീഡ് ടു ലോക്ക് ഔട്ട്സ് അല്ലെ, സ്ട്രൈക്സ്, അതുപോലെ തന്നെ റെഡ്യൂസ് ഇറ്റ്സ് ഡ്യൂറേഷൻ. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ എന്താ പറയാ ശരിയായ രീതിയിൽ പരിഹരിച്ചില്ലെങ്കിൽ ചിലപ്പോ നമ്മൾ എന്താ പറയാ സമരത്തിലേക്ക് പോകും എംപ്ലോയീസ്, അല്ലെങ്കിൽ അടച്ചിടൽ, പൂട്ടിയിടൽ വരും അല്ലെ, ലോക്ക്ഔട്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് ആസ് സൂൺ ആസ് പോസിബിൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന ഡിസ്പ്യൂട്ട്സ് എല്ലാം റിസോൾവ് ചെയ്യണം എന്നാണ് പറയാ. ഓക്കെ, അത് എപ്പോ സംഭവിക്കുന്നോ അത് അത്രയും പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കണം. ആ ഒരു സെന്റൻസ് കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ദ മെയിൻ മോട്ടീവ് ബിഹൈൻഡ് ദിസ് മെത്തേഡ്, ഈ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ മെത്തേഡിന്റെ പേര് ഇതാണ്, കോൺസിലിയേഷൻ. അനുരഞ്ജിപ്പിച്ച് എന്തിനാ നമ്മൾ പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യണേന്ന്. ആ മെത്തേഡ് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ടു റിസോൾവ് ദ ഡിസ്പ്യൂട്ട്സ് ആസ് സൂൺ ആസ് പോസിബിൾ in order to avoid lockout, strikes, etc. or to reduce its duration. ആ ഗ്രീവിയൻസിന്റെ കാലാവധി കുറയ്ക്കുക എന്നുള്ളതും, അല്ലെങ്കിൽ ലോക്കൗട്ടുകൾ ഒഴിവാക്കുക, അല്ലെങ്കിൽ എന്താ പറയാ സമരങ്ങൾ ഒഴിവാക്കുക, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ആ സെന്റൻസ് കൂടി നമ്മൾ ചെയ്യാമോ? ദ മെയിൻ മോട്ടീവ് ബിഹൈൻഡ് എന്നുള്ള സെന്റൻസ്. ഒരു മൂന്നെണ്ണം ഒന്ന് വേഗം ഒന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങള്. ഗ്രീവിയൻസ് റെസൊല്യൂഷൻ മെത്തേഡ്സില്
നമ്മൾ 3 എന്നാണ് പറഞ്ഞത്. കളക്റ്റീവ് ബാർഗെയിനിങ്, ഓക്കെ, അത് കഴിഞ്ഞ മീഡിയേഷൻ, പിന്നെ കോൺസിലിയേഷൻ. അതൊന്ന് വേഗം വായിച്ചു നോക്കിയേ. 3 മെത്തേഡ് അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക കേട്ടാ. പേര് പറഞ്ഞില്ല, എന്റെ പേരറിഞ്ഞില്ല. അക്ഷയ പുതിയ ആളാണോ? പുതിയ കുട്ടിയാണോ അക്ഷയ? അല്ല, പേര് പറഞ്ഞപ്പോ ഞാൻ പേര് പറഞ്ഞില്ല നിങ്ങളോട്. എന്റെ പേര് പറഞ്ഞില്ലേ? ആരെങ്കിലും പറയോ? ഓർമ്മയുണ്ടാവോ? ഓക്കെ, നിഷ. അത് ശരി. അപ്പൊ ആരുടെയും പേരറിയില്ല അക്ഷയ? അക്ഷയ്ക്ക് ആരുടെയും പേരറിയില്ല? ഞാൻ നിഷ ആണ്. സോളി മാമിന്റെ നിങ്ങളുടെ ടൈം ടേബിളിൽ സോളി മാഡത്തിന്റെ പേരാ കിടക്കണം അല്ലെ? സോളി മിസ് അല്ല ഇന്നലെ ഞാൻ ക്ലാസ്സിൽ. അപ്പൊ ഇന്നലെ അക്ഷയ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല. ക്ലാസ്സിൽ കയറി ഇപ്പൊ പറഞ്ഞിരുന്നു നാളെ ഞാനായിരിക്കും ക്ലാസ് എടുക്കാൻ വരിക. ബിക്കോസ് ഇന്ന് സോളി മിസ് ഇന്ന് ലീവാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ക്ലാസ് കളയണ്ടല്ലോ, അവർ എടുക്കണം. കാരണം കുറച്ച് കൂടുതലുണ്ട് നമുക്ക് പഠിക്കാനായിട്ട്. കുറച്ച് എംപ്ലോയീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെ കുറെ കാര്യങ്ങളുണ്ട് പഠിക്കാൻ. അപ്പൊ അതുകൊണ്ട് ക്ലാസ് മിസ്സാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്താ പറയാ ക്ലാസ് ഞാൻ ഏറ്റെടുത്തതാണ്. ഓക്കെ, ഇല്ലല്ല, എക്സാം ഫൈനൽ എക്സാം ക്വസ്റ്റ്യൻസ് അതൊക്കെ പുറത്തുനിന്നാണ്. ഫൈനൽ എക്സാം, മോഡൽ എക്സാം അതൊക്കെ നമ്മൾ നടത്തും. ഓക്കെ, അടുത്തതെന്താ? അടുത്തതെന്താ? ആർബിട്രേഷൻ ആണ്. ആർബിട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ, ഒരു നല്ല രീതിയിലുള്ള ഒരു വ്യവഹാരം, ഒരു എന്താ പറയാ നടപടി എടുക്കൽ. ഇന്നത്തെയും അല്ലല്ലോ, ഇന്നലത്തെ മോക്ക് ടെസ്റ്റ് തന്നില്ലേ? ഇന്ന് തരും. അവിടെ നിന്ന് ചിലപ്പോ ലോഡ് ചെയ്തിട്ടുണ്ടാവല്ലോ, അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങളിലേക്ക് എത്താൻ ഇച്ചിരി സമയം എടുക്കും. ഇന്നലത്തെ ഇന്ന് കൊടുക്കും, ഇന്നത്തെ നാളെ തരും. അങ്ങനെയാണ് കേട്ടാ. എന്നാണ് ക്ലാസ് വരുന്നത് അതിന് തൊട്ടടുത്ത ദിവസമായിരിക്കും നിങ്ങള് അല്ല അങ്ങനെയല്ല. അല്ല അത് ഡെയിലി നമ്മൾ എടുക്കുന്ന ക്ലാസ്സിന്റെ ഡെയിലി മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് തരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതില് യാതൊരു മാറ്റവും വരില്ല. ഇന്നലെ ഞാൻ എടുത്തു, ഇന്നും ഞാൻ എടുക്കാണ്. ഇന്നലെ 5 ക്വസ്റ്റ്യൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇന്ന് ലോഡ് ചെയ്യാൻ ഇത്തിരി സമയം എടുക്കും. ചിലപ്പോഴൊക്കെ നെറ്റിന്റെ ഇഷ്യൂസ് ആകുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടില്ല, സമയം എടുക്കും. ഗൂഗിൾ നിങ്ങളുടെ ഈ റെക്കോർഡ് ചെയ്യുന്ന ക്ലാസ്സും അതോടൊപ്പം തന്നെ മറ്റേതും ഉണ്ടല്ലോ, അതങ്ങനെയാണ് തരിക. ഓക്കെ, ഇനി ഇത് ഗ്രീവിയൻസ് ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത് ഒരു തേർഡ് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടാണ് നടത്തുന്നതെങ്കിൽ എന്ന് വെച്ചാൽ അത്തരം വ്യവഹാരങ്ങൾ തേർഡ് പാർട്ടിനെ കൂടി ഉൾപ്പെടുത്തിയാണ് ഇഫ് യു ആർ മേക്കിംഗ് ദ ഗ്രീവിയൻസ് ഹാൻഡ്ലിംഗ് പ്രൊസീജിയേഴ്സ്. ഗ്രീവിയൻസിനെ നമ്മൾ സോൾവ് ചെയ്യുന്ന രീതികൾ തേർഡ് പാർട്ടിനെ ഉൾപ്പെടുത്തി നടത്തുകയാണെങ്കിൽ ആൻഡ് ആ ഒരു ഇഷ്യൂ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ തേർഡ് പാർട്ടി ഒരു എന്താ പറയാ ഇംപാർഷ്യൽ സൊല്യൂഷൻ ആണ് അതിന് വേണ്ടി കണ്ടെത്തുന്നത്. ഇംപാർഷ്യൽ എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് എനി പാർഷ്യാലിറ്റി. ദാറ്റ് മീൻസ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, യാതൊരു തരത്തിലും എന്ത് ചെയ്യാതെ പക്ഷപാതമില്ല, ന്യൂട്രൽ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആയിരിക്കും ആള് കണ്ടെത്തുക അല്ലെ? അങ്ങനെ അല്ലാത്ത പക്ഷം ആർബിട്രേഷൻ എന്ന് പറയുന്നത് എന്താ പറയാ അത്തരം വ്യവഹാരങ്ങളോട് കൂടി നിൽക്കുന്ന കാര്യമാണ്. അതായത് ആരുടെയും ഭാഗം നിൽക്കാതെ ഇംപാർഷ്യൽ ആയിട്ടുള്ള സൊല്യൂഷൻ ആയിരിക്കും ആ ഒരു വ്യവഹാരത്തിലൂടെ ഉണ്ടാകുക. ആർബിട്രേഷൻ ഷുഡ് നോട്ട് ബി കൺഫ്യൂസ്ഡ് വിത്ത് ദ ഫോർമൽ കോർട്ട് സിസ്റ്റം. ഇനി അങ്ങനെയൊക്കെ അതിന് യാതൊരു കോടതിയുടെ ഇടപെടലുകളൊന്നും വേണ്ട. ആള് തന്നെ നിന്നിട്ട് ന്യൂട്രൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി എന്താ പറയാ കാര്യങ്ങൾക്കൊരു തീരുമാനം എടുക്കുന്നു. അവിടെ കോടതിയുടെ ഒന്നും ഇടപെടലുകളൊന്നും ആവശ്യമില്ല. ചില ഇത്തരം കാര്യങ്ങളൊക്കെ ചില സോൾവ് ചെയ്തില്ലെങ്കിൽ മേ ലീഡ് ടു കോർട്ട് ഇന്റർഫിയർ. എന്ത് ചെയ്യും? കോർട്ട് ഇടപെടേണ്ട സാഹചര്യങ്ങളിലേക്കും ഒക്കെ ചിലപ്പോൾ പോകാൻ സാധ്യതകളുണ്ട്. അപ്പം മിക്കവാറും എല്ലാ ഗ്രീവിയൻസുകളെയും ഒന്നില്ലെങ്കിൽ ആ ഗ്രീവിയൻസ് ഹാൻഡിൽ ചെയ്യുന്ന കമ്മിറ്റി ഉണ്ടെങ്കിൽ അവര് പരിഹരിക്കും, അല്ലെങ്കിൽ എംപ്ലോയറുമായിട്ട് ഡിസ്കസ് ചെയ്ത് മറ്റൊരു സൊല്യൂഷനിലേക്ക് വിതിൻ ദ ഓർഗനൈസേഷൻ തന്നെ ആരെയും ഉൾപ്പെടുത്താതെ ഒരു വോളണ്ടറി ഒരു എന്താ പറയാ ഫോർമൽ സിസ്റ്റം ആയിട്ട് നടത്തി അതിന് ഒരു റീഡ്രസൽ പരിഹാര മാർഗം കണ്ടെത്തുന്നു. അതല്ല എങ്കിൽ മാത്രമാണ്, അത്തരം കയ്യിൽ ഒതുങ്ങിയില്ലെങ്കിൽ മാത്രമാണ് നമ്മളൊരു
എന്താ പറയുക തേർഡ് പാർട്ടീനെ ഉൾപ്പെടുത്തുന്നത്. അപ്പൊ തേർഡ് പാർട്ടി ഒരു ന്യൂട്രൽ, ഒരു അൺബയാസ്ഡ്, ആരുമായിട്ട് തർക്കങ്ങളൊന്നും ഇല്ലാതെ, അൺബയാസ്ഡ് തർക്കമൊന്നും ഇല്ലാതെ തന്നെ ഒരു ഇമ്പാർഷ്യൽ സൊല്യൂഷൻ അതിനുവേണ്ടി കണ്ടെത്തുന്നു. അവിടെ ഒരു ഫോർമൽ കോർട്ട് സിസ്റ്റത്തിന്റെ ഇന്റർഫിയറൻസ് ഒന്നും ഇല്ലാതെ. ഓക്കെ, അപ്പൊ ആ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അതാണ് വ്യവഹാരം, ആർബിട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിനകത്ത് നമുക്ക് അണ്ടർലൈൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അടുത്തത് അഡ്ജുഡിക്കേഷൻ ആണ്. അഡ്ജുഡിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് തേർഡ് പാർട്ടി എന്താ പറയാ നമ്മളുടെ ഒരു ഗ്രീവിയൻസ് ഹാൻഡിൽ ചെയ്യാനായിട്ട്, ഗ്രീവിയൻസ് ആർ റിസോൾവ്ഡ് ബൈ ദ ഇന്റർഫിയറൻസ് ഓഫ് എ തേർഡ് പാർട്ടി. തേർഡ് പാർട്ടിനെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ ഗ്രീവിയൻസ് ഹാൻഡിൽ ചെയ്യുന്നതെങ്കിൽ, ബട്ട് ദ തേർഡ് പാർട്ടി ഈസ് എംപ്ലോയിഡ് ബൈ ദ ഗവൺമെന്റ്. നോക്കുക, തേർഡ് പാർട്ടീനെ നമ്മൾ കണ്ടെത്തുന്നുണ്ട്, പക്ഷെ ആ രീതിയിലല്ലാതെ ഗവൺമെന്റ് ആണ് നമുക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു തേർഡ് പാർട്ടിക്ക് അത്തരം ഇത് ഗ്രീവിയൻസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എംപ്ലോയ് ചെയ്തിരിക്കുന്നെങ്കിൽ, ആൻഡ് ഇറ്റ്സ് ഡിസിഷൻസ് ആർ ഓൾസോ ബൈൻഡിങ്, അവിടെ തീരുമാനങ്ങൾ ആ ഒരു രീതിയിലായിരിക്കും. ഗവൺമെന്റുമായിട്ടൊക്കെ കൂടി ആലോചിച്ച്, കാരണം ഗവൺമെന്റിന്റെ എംപ്ലോയി ആണ് അവിടെ ആ ഒരു ഗ്രീവിയൻസ് ഹാൻഡിൽ ചെയ്യാനായിട്ട് ആയിട്ട് വരുന്ന തേർഡ് പാർട്ടി, അവരുടെ എംപ്ലോയ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ബൈൻഡിങ് കൊണ്ടുവന്ന് ഡിസിഷൻസ് അവരുമായിട്ട് എന്താ പറയാ തീരുമാനിച്ചിട്ടാണ്, ഗവൺമെന്റുമായിട്ട് തീരുമാനിച്ചിട്ടായിരിക്കും അതിനൊരു റിസൾട്ട് കൊണ്ടുവരാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ കൺസെന്റ് ഓഫ് സം പാർട്ടീസ് ഇൻവോൾവ് ഈസ് ആസ്ക്ഡ് ബിഫോർ റെഫറിംഗ് ദ ഗ്രീവിയൻസസ് ടു അഡ്ജുഡിക്കേഷൻ, ആൻഡ് സംടൈംസ് ഗവൺമെന്റ് ക്യാൻ റെഫർ ഇറ്റ്സ് ഓൺ ഇറ്റ്സ് ഓൺ. അതായത് അപ്പൊ അതിന് വേണോ, അല്ലെങ്കിൽ ഗവൺമെന്റ് എംപ്ലോയ് ചെയ്യുന്ന ഒരു തേർഡ് പാർട്ടിയെ ഉൾപ്പെടുത്തി നമുക്ക് ഈ ഗ്രീവിയൻസ് ഹാൻഡിൽ ചെയ്യണോ വേണ്ടേ എന്നുള്ളത് അതിനു മുമ്പ് ആരോട് ചോദിച്ചിരിക്കും? നമ്മുടെ ഈ പറയുന്ന പാർട്ടീസിനോട്, അതായത് ഈ തർക്കങ്ങളില് അല്ലെങ്കിൽ ഇത്തരം പരാതികൾ ഉന്നയിക്കുന്ന ആളുകളുമായിട്ട് കൂടിയാലോചിക്കും. അവർക്ക് സമ്മതമാണെങ്കിൽ മാത്രം പുറത്തുനിന്ന് ഗവൺമെന്റ് എംപ്ലോയ് ചെയ്യുന്ന ആ പറയുന്ന തേർഡ് പാർട്ടിനെ കൊണ്ടുവരും. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ തീർക്കാം. കാരണം അവര് ഏത് രീതിയിലേക്ക് തീരുമാനങ്ങളെ കൊണ്ടുപോകും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തേർഡ് പാർട്ടിയെ നമ്മൾ നിയമിക്കുമ്പോൾ നമ്മൾക്ക് സ്വന്തമായിട്ട് നിയമിക്കാം. അതല്ലെങ്കിൽ ചില സമയങ്ങളിൽ ഗവൺമെന്റ് എന്താ പറയാ അപ്പോയിന്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഗവൺമെന്റ് റെഫർ ചെയ്യുന്ന ഇതുപോലെയുള്ള ഗ്രീവിയൻസ് ഹാൻഡിൽ ചെയ്യാനുള്ള തേർഡ് പാർട്ടീസിനെ ആണെങ്കിൽ അവർ ഗവൺമെന്റിന്റെ അഡ്ജുഡിക്കേഷനോട് കൂടി, അല്ലെങ്കിൽ അവരുടെ ആ ഒരു സമ്മതത്തോടു കൂടി നമ്മൾ എംപ്ലോയ് ചെയ്യിപ്പിക്കുന്ന തേർഡ് പാർട്ടിക്ക് അവരുടെ തീരുമാനം എടുക്കണമെങ്കിൽ ഗവൺമെന്റിന്റെ ഒരു ബൈൻഡിങ് മീൻസ് അവരുടേതായ തീരുമാനങ്ങൾ കൂടി അറിഞ്ഞിട്ടായിരിക്കും. അപ്പൊ നിങ്ങൾ ചിലപ്പോ കുറെ വേറെ രീതിയിലേക്കൊക്കെ പോകാൻ സാധ്യത. അപ്പൊ അതിന് കൺസെന്റ് ആരുടെ വേണം? നമ്മുടെ ഈ പാർട്ടീസിന്റെ കൺസെന്റ് കൂടിയെത്തിയിരുന്നു. ഓക്കെ, അഡ്ജുഡിക്കേഷൻ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ അതിനകത്ത് ഈ ഒരു എന്താ പറയാ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കുക കേട്ടോ. ഇത് ഇൻ ദിസ് മെത്തേഡ്, അഡ്ജുഡിക്കേഷൻ എന്ന് പറയുന്ന ആ മെത്തേഡിൽ ആ ഒരു സെന്റൻസ് മാത്രം, ഡിസിഷൻസ് ആർ ഓൾസോ ബൈൻഡിങ് വരെ ആ ഒരു സെന്റൻസ് മാത്രം ഇവിടെ വരെ. Adjudication is the method. Also, the grievances are resolved by the interference of a third party, but it is who is employed by government. Government employee ചെയ്യുന്ന third party. ആ ഒരു സെന്റൻസ് മാത്രം അഡ്ജുഡിക്കേഷന്റെ. അപ്പൊ ഇതാണ് ഗ്രീവിയൻസ് റിസോൾവ് ചെയ്യുന്ന ചില രീതികൾ. കളക്റ്റീവ് ആയിട്ടുള്ളതാണെങ്കിൽ എംപ്ലോയീസിന് ഒരുമിച്ച് എല്ലാവർക്കും കൂടിയുള്ള പരാതികളായിരിക്കണം നമുക്ക് എളുപ്പം തീർക്കേണ്ടത്. പിന്നെ മീഡിയേഷൻ എന്ന് പറയുന്നത് ഒരു ഫോർമൽ പ്രൊസീജിയറിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ വോളണ്ടറി ആയിട്ട് സ്വമേധയാ നമ്മൾ തന്നെ അതിനുള്ള ഗ്രീവിയൻസ് ഹാൻഡിൽ ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കുന്നു. കോൺസിലിയേഷനിൽ ഒരു തേർഡ് പാർട്ടിയെ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ന്യൂട്രൽ ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടിയാണ്, ആരുടെയും ഭാഗം നിൽക്കാതെ, ബോത്ത് പാർട്ടീസ് എംപ്ലോയറുടെ ഭാഗത്തോ അല്ലെങ്കിൽ എംപ്ലോയീസിന്റെ ഭാഗത്തോ നിൽക്കാത്ത ചില ആളുകളെ കൊണ്ടുവന്നിട്ട് ഡിസ്പ്യൂട്ട്സ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന രീതി, അത് ന്യൂട്രൽ തേർഡ് പാർട്ടിയെ ഉപയോഗിച്ച്. അടുത്തത് ആർബിട്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയാ ഒരു ഇമ്പാർഷ്യൽ സൊല്യൂഷൻ, തേർഡ് പാർട്ടീസിനെ കൊണ്ടുവന്നിട്ട് ആർക്കും എന്താ പറയാ പാർഷ്യാലിറ്റി ഇല്ലാതെ ഒരു സൊല്യൂഷൻസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് അതിനെ കുറിച്ചൊക്കെ പഠിച്ച് തർക്കങ്ങൾ ഒഴിവാക്കുന്ന ഒരു പ്രോസസ് ആർബിട്രേഷൻ. അതൊരു വ്യവഹാരമാണ്. അഡ്ജുഡിക്കേഷൻ എന്ന് പറയുന്നത് തേർഡ് പാർട്ടിനെ ഉപയോഗിക്കുന്നുണ്ട്, ബട്ട് ഈസ് എംപ്ലോയിഡ് ബൈ ദ ഗവൺമെന്റ്. ഗവൺമെന്റ് എംപ്ലോയ് ചെയ്യുന്നത് കൊണ്ട് ഗവൺമെന്റുമായിട്ടൊരു ബൈൻഡിങ് ആ ഒരു സൊല്യൂഷനിൽ ഉണ്ടായിരിക്കും. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഗ്രീവിയൻസ് റെസൊല്യൂഷന്റെ മെത്തേഡുകളാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അടുത്തത് എസെൻഷ്യൽസ് ഓഫ് ഗ്രീവിയൻസ് റീഡ്രസൽ പ്രൊസീജിയർ ആണ്. ഞാൻ ഇപ്പൊ എടുക്കുന്നില്ല, അടുത്ത ക്ലാസ്സിലെ നമ്മൾ എടുക്കുന്നുള്ളൂ. ഒന്ന് വായിച്ചു നോക്കുക അവിടെ വരെ. ഓക്കെ,
ഓക്കെ, വായിച്ചല്ലോ? വായിച്ചില്ലേ എല്ലാവരും? സംശയമൊന്നുമില്ലല്ലോ? മഴയാണത് കൊണ്ടാണെന്ന് തോന്നുന്നു. ആരും അങ്ങോട്ട് കൈയൊക്കെ തണുത്തിരിക്കുകയാണോ എല്ലാവരുടെയും? തണുത്ത് വരച്ചിരിക്കുകയാണോ എല്ലാവരും? മൂടി പൊതച്ച് മഴയുടെ കാലാവസ്ഥയൊക്കെ കൊണ്ട്. ഓക്കെ, അപ്പൊ അതൊന്ന് ഒന്നുകൂടി നന്നായിട്ട് വീട്ടിലിരുന്നൊന്ന് വായിക്കാം, വായിച്ച് മനസ്സിലാക്കാം. ഓക്കെ, അടുത്ത ദിവസം കാണാം. ഇടയ്ക്കിടയ്ക്ക് സംസാരിച്ചോളട്ടാ. നിങ്ങളുടെയൊക്കെ സൗണ്ട് കേൾക്കണം എന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ നിങ്ങൾ മിണ്ടല്ല. ഗുഡ് മോർണിംഗ് തന്നെ പറയുമ്പോ ഒരു ഗുഡ് മോർണിംഗ് തിരിച്ചിങ്ങോട്ടൊരു പെട്ടെന്ന് ചാട്ടയെന്ന് കേൾക്കുമ്പോഴൊരു ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആണ്. നമുക്ക് ആ ഒരു പോസിറ്റീവ് എനർജി വരുന്നത് നിങ്ങളുടെയും കൂടി ചില വാക്കുകളാണ്. കുറെ നേരം നമുക്ക് സംസാരിക്കാനില്ല, കാരണം കൂടുതൽ നമുക്ക് പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഓൾമ്യൂട്ട് കൊടുക്കുന്നത്. അപ്പൊ ഓൾമ്യൂട്ട് കൊടുത്ത് നിങ്ങൾക്ക് ഒട്ടും മിണ്ടാതായോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അങ്ങനെ കൊടുത്തേ ഓൾമോസ്റ്റ് അടിച്ചു വെച്ച് ശരിച്ച് എന്താ പറയാ, ഒന്നും മിണ്ടാത്തവരായോ? അങ്ങനെ പാടില്ല. നമ്മളും തമ്മിലൊരു ബോണ്ടിങ് വേണ്ടായിരുന്നു. ഒന്നില്ലെങ്കിൽ ഒരു 2-3-4 മാസം 3-4-5 മാസം നമ്മൾ തമ്മില് ഇതുപോലെ വന്നിരുന്ന് സംസാരിക്കുകയും ഒക്കെ ക്ലാസ് ഒക്കെ പറഞ്ഞു തരേണ്ടതും അല്ലേ? അപ്പൊ ഇടയ്ക്കൊന്ന് സംസാരിച്ചോട്ടാ. എല്ലാവരും മിണ്ടിക്കോട്ടെ, അവരെന്തെങ്കിലും പറയട്ടെ എന്ന് വിചാരിച്ചിരിക്കല്ലേ. എന്തെങ്കിലും ഒന്ന് സംസാരിക്കേ. ജാസ്മിൻ അവിടെ ഉണ്ടോ? ജാസ്മിൻ സുഖല്ലേ? ഹലോ. സുഖാണ്. ഓക്കെ, അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കാം. നമുക്ക് അടുത്ത ആഴ്ച കാണാം കേട്ടോ. ഓക്കെ, സീ യു, ബൈ. താങ്ക് യു മിസ്. താങ്ക് യു മിസ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു മിസ്. താങ്ക് യു. താങ്ക് യു.